Hi friends, welcome to Simeritech Online Academy. So, ഇന്ന് നമ്മൾ 2020 അനലിസ്റ്റ് ഗ്രേഡ് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 045/2020 ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് എ കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് സെഷൻ ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. First question, which of the following disease is treated with penicillamine? Option A, Crohn's disease, option B, Alzheimer's disease, option C, Wilson's disease, and option D, Carrier's disease. So, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പെൻസിലമൈൻ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന ഡിസീസ് ഏതാണെന്നാണ് അല്ലേ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അപ്പോൾ പെൻസിലമൈൻ നമ്മൾ എന്തിനാണ് നമ്മൾ പെൻസിലമൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? പെൻസിലമൈൻ ഒരു കോപ്പർ ഖിലേറ്റിംഗ് ഏജന്റ് ആണ് അല്ലേ. പെൻസിലമൈൻ ഒരു കോപ്പർ ഖിലേറ്റിംഗ് ഏജന്റ് ആണ് പെൻസിലമൈൻ. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് കോപ്പർ ഖിലേഷൻ ആണെന്നുള്ളത് ഓർക്കുക. അപ്പൊ നമുക്ക് കോപ്പർ ഖിലേറ്റിംഗ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പർ പോയിസണിങ്ങിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആരാണ്? പെൻസിലമൈൻ. ഓക്കെ, സോ കോപ്പർ പോയിസണിങ്ങിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് പെൻസിലമൈൻ. അതേപോലെ തന്നെ നമുക്ക് ഹെവി മെറ്റൽസ് അയോൺസുമായിട്ട് അതായത് ആന്റിഡോട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കി പോയിന്റ്സും കൂടിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം മെർക്കുറി പോയിസണിനൊക്കെ നമ്മുടെ ആന്റിഡോട്ടായിട്ട് നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വരുന്നത് ഡൈമാകാപ്രോൾ ആണല്ലേ. അതിന്റെ കൂടെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഡ്രഗ് ആയിട്ട് ഈ പെൻസിലമൈനും വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഓൾട്ടർനേറ്റീവ് ടു ഡൈമാകാപ്രോൾ ഇൻ ദ കേസ് ഓഫ് വാട്ട്? മെർക്കുറി പോയിസണിങ്. പിന്നെ അപ്പോൾ നമുക്ക് അടുത്തത് വന്നു മെർക്കുറി പോയിസണിങ്ങിന് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്? ലെഡ് പോയിസണിങ്, ക്രോണിക് ആയിട്ടുള്ള ലെഡ് പോയിസണിങ്ങിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പെൻസിലമൈൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ ക്രോണിക് ലെഡ് പോയിസണിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. പെൻസിലമൈൻ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു? കോപ്പർ പോയിസണിങ്ങിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്, ഓൾട്ടർനേറ്റീവ് ടു മെർക്കുറി പോയിസണിങ് ആണ്, അതേപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ആസ് വാട്ട്? പിന്നെ ഇൻ ദ കേസ് ഓഫ് ക്രോണിക് ലെഡ് പോയിസണിങ്. ഓക്കെ, ഇനി കോപ്പർ അപ്പൊ ശരീരത്തിൽ കൂടുന്ന ഒരു കണ്ടീഷന് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അങ്ങനെ ഒരു ഡിസീസിന്റെ ഉണ്ട്, അതാണ് എന്ത്? വിൽസൺസ് ഡിസീസ്. ഓക്കെ, ആ ഡിസീസിന്റെ പേരാണ് വിൽസൺസ് ഡിസീസ്. ഓക്കെ, സോ അപ്പോൾ വിൽസൺസ് ഡിസീസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അതായത് കോപ്പറിന്റെ എമൗണ്ട് ബോഡിയിൽ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു ജനിതകപരമായിട്ടുള്ള ഒരു അസുഖമാണ്. നമ്മുടെ ബോഡിയിൽ സെർലോപ്ലാസ്മിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ, കോപ്പറിന്റെ നമ്മുടെ ബൈൻഡ് ചെയ്യാനും എക്സ്ക്രീറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് സെർലോപ്ലാസ്മിൻ. അപ്പൊ ഈ സെർലോപ്ലാസ്മിൻ എന്തായിരിക്കും? ചില ആൾക്കാരിൽ കുറവായിരിക്കും. അപ്പോൾ അതിന്റെ കുറവ് കാരണം എന്ത് ചെയ്യും? അവരുടെ ബോഡിയിൽ കോപ്പറിന്റെ എമൗണ്ട് കൂടുകയും സോ അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് വിൽസൺസ് ഡിസീസ്. കോപ്പറിന്റെ എമൗണ്ട് കൂടിയിട്ട് അത് ബ്രെയിനിലും ലിവറിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ഡീജനറേഷൻ ഉണ്ടാക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് വിൽസൺസ് ഡിസീസ്. അപ്പോൾ അങ്ങനെ കോപ്പറിന്റെ എമൗണ്ട് കൂടുന്ന ഒരു കണ്ടീഷൻ വിൽസൺസ് ഡിസീസ്. അതിന് മറ്റൊരു പേരും കൂടിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹെപ്പാറ്റോലെൻഡിക്കുലാർ ഡീജനറേഷൻ. ചിലപ്പോൾ നമുക്ക് വിൽസൺസ് ഡിസീസ് എന്ന് തരാതെ ഓപ്ഷനിൽ ഹെപ്പാറ്റോലെൻഡിക്കുലാർ ഡീജനറേഷൻ എന്ന് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലും ലിവറിലുമാണ് അത് മെയിൻലി ഡാമേജ് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ കേസ് വിത്ത് റിഗാർഡ് ടു വിൽസൺസ് ഡിസീസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നമുക്ക് ഏതാ വരുന്നത്? ഓപ്ഷൻ സി, വിൽസൺസ് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് പെൻസിലമൈനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ഇത് നോക്കാം. പെൻസിലമൈൻ്റെ മറ്റൊരു പേരെന്താണ്? പെൻസിലമൈൻ ശരിക്കും എന്താണ്? പെൻസിലമൈൻ ഡൈമീഥൈൽ സിസ്റ്റീൻ ആണ് പെൻസിലമൈൻ. ഓക്കെ, ഡൈമീഥൈൽ സിസ്റ്റീൻ ആണ് പെൻസിലമൈൻ, ഡൈമീഥൈൽ സിസ്റ്റീൻ. ഇനി പെൻസിലമൈൻ്റെ മറ്റ് യൂസസ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു സ്ഥലത്തൂടെ പെൻസിലമൈൻ പഠിക്കുന്നുണ്ടല്ലോ, അതൊന്ന് റീകളക്ട് ചെയ്ത് നോക്കേ. വേറൊരു സ്ഥലത്തൂടെ നമ്മൾ പെൻസിലമൈൻ പഠിച്ചത് എവിടെയായിരുന്നു? റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൽ പെൻസിലമൈൻ ഡ്രഗ് ആയിട്ട് വരുന്നില്ലേ? സോ അപ്പോൾ റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൽ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ മറ്റ് രണ്ട് കണ്ടീഷൻസ് ആണ്. സ്ക്ലീറോഡെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷനിൽ സ്കിൻ ടൈറ്റനിങ് ആണ് ഉണ്ടാവുന്നത്. സോ അപ്പോൾ സോളബിൾ കൊളാജനെ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുക പെൻസിലമൈൻ. സോ അപ്പോൾ സ്ക്ലീറോഡെർമ കണ്ടീഷനിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സിസ്റ്റീൻ യൂറിയ അഥവാ സിസ്റ്റീൻ സ്റ്റോൺസ്. ഓക്കെ, സോ നമ്മുടെ അമിനോ ആസിഡ് ഉണ്ടല്ലോ സിസ്റ്റീൻ, അത് സ്റ്റോൺ ആയിട്ട് ഫോം ചെയ്യും ബ്ലാഡറിൽ. സോ അപ്പോൾ അതിനെ അലിയിച്ച് കളയാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പെൻസിലമൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെൻസിലമൈനെ പറ്റിയിട്ട് ഇത്രയും യൂസസ് കിട്ടിയല്ലോ. അപ്പോൾ പെൻസിലമൈനെ പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചു? പെൻസിലമൈൻ്റെ മറ്റൊരു പേരെന്താണ്? ഡൈമീഥൈൽ സിസ്റ്റീൻ. ഇത് എന്തിനാ മെയിൻലി യൂസ് ചെയ്യുന്നത്? ഇതൊരു കോപ്പർ ഖിലേറ്റിംഗ് ഏജന്റ് ആണ്. എവിടെയാ അപ്പോൾ നമുക്ക് യൂസ് വരിക? കോപ്പറിന്റെ ആന്റിഡോട്ട് ആയിട്ട് അല്ലേ. അപ്പോൾ കോപ്പർ പോയിസണിങ്ങിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? പെൻസിലമൈൻ ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് ആന്റിഡോട്ട് ആയിട്ട് വേറെ എവിടെയൊക്കെ വരുന്നുണ്ട്? ഓൾട്ടർനേറ്റീവ് ആയിട്ട് മെർക്കുറി പോയിസണിങ്ങിന്റെ കേസിൽ വരുന്നുണ്ട്,
വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏതിന്റെ കേസിലും വരുന്നുണ്ട്, നമുക്ക് ക്രോണിക് ആയിട്ടുള്ള നോട്ട് ലെഡ് പോയ്സണിങ്, ക്രോണിക് ആയിട്ടുള്ള ലെഡ് പോയ്സണിങ്ങിന്റെ കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പെൻസിലമൈൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ സ്ക്ലീറോഡെർമ കണ്ടീഷൻ, അതേപോലെ തന്നെ സിസ്റ്റീൻ യൂറിയ അഥവാ സിസ്റ്റീൻ സ്റ്റോൺസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. ഇനി വിൽസൺസ് ഡിസീസിന്റെ മറ്റൊരു പേരും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഹെപ്പാറ്റോ ലെൻഡിക്കുലർ ഡീജനറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെൽ ഈസ് അസൈഡ് ബൈ. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല് അസൈ ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്? ഓപ്ഷൻ എ ഐഡിമെട്രി, ഓപ്ഷൻ ബി കോംപ്ലക്സോമെട്രി, ഓപ്ഷൻ സി റെഡോക്സ് ആൻഡ് ഓപ്ഷൻ സി നോൺ അക്വസ് ടൈട്രേഷൻ. അപ്പൊ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെൽ എന്നുള്ള അലുമിനിയം കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ എന്താണ് മെത്തേഡ് എന്നുള്ളത്. എന്താ മെത്തേഡ് വരിക? ഇറ്റ്സ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ അല്ലെ, മെറ്റൽ അല്ലേ. അപ്പൊ കാൽസ്യം അലുമിനിയം ഒക്കെ യൂഷ്വലി കാണുന്നതാണ് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് അതിന്റെ ടൈട്രേഷൻ ഏതാണ് അസൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്? കോംപ്ലക്സോമെട്രി അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഓർക്കാം? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലിനെ അസൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതൊന്ന് കളക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റീകളക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലിനെ അസൈ ചെയ്യുക? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല് എടുത്തിട്ട് അത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യും അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് സോളിബിലൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാട്ടറും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒന്ന് വാം ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലുണ്ട്, അതിലേക്ക് നമ്മൾ നോൺ എക്സസ് എമൗണ്ടിൽ സോഡിയം എഡിറ്റേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, സോഡിയം എഡിറ്റേറ്റ് ആഡ് ചെയ്യും. എത്രയാണ് ആഡ് ചെയ്യുന്നത്? നോൺ എക്സസ് എമൗണ്ടിൽ. ഓക്കെ, സോ എക്സസ് എമൗണ്ടിലാണ് നമ്മൾ സോഡിയം എഡിറ്റേറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ കോംപ്ലക്സോമെട്രിക് റിയാക്ഷൻ നടക്കും അല്ലെ. സോ അപ്പൊ അലുമിനിയവും എഡിറ്റേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് കോംപ്ലക്സേഷൻ നടക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ഇത്ര എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തത് അറിയാം. ഇനി ഇവരും തമ്മിൽ റിയാക്ഷൻ നടന്നു. ഇനി ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സസ് ഓഫ് എഡിറ്റേറ്റിനെ ബാക്ക് ടൈട്രേറ്റ് ചെയ്യണം അല്ലെ. ലെഡ് നൈട്രേറ്റ് യൂസ് ചെയ്ത് നമ്മൾ ബാക്ക് ടൈട്രേറ്റ് ചെയ്യും. ഓക്കെ, ലെഡ് നൈട്രേറ്റ് യൂസ് ചെയ്ത് ബാക്ക് ടൈട്രേറ്റ് ചെയ്യും ഈ എക്സസ് ഓഫ് സോഡിയം എഡിറ്റേറ്റിനെ. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പൊ നമുക്ക് കിട്ടുമല്ലോ, ഇത് ടോട്ടൽ ഇത്ര ആഡ് ചെയ്തു, അതിൽ നിന്ന് ബാക്ക് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എമൗണ്ട് കിട്ടി. അപ്പൊ എത്രയാണ് ഇതുമായിട്ട് റിയാക്ട് ചെയ്തത് എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ അസൈ ചെയ്തെടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ എമൗണ്ട് കണ്ടന്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോ അതാണ് നമുക്ക് ഏത് വരുന്നത്? അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ അസൈ വരുന്നത്. ഓക്കെ, അപ്പൊ അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ അസൈയിൽ നമ്മൾ എന്താ ചെയ്യുക? അലുമിനിയം ഹൈഡ്രോക്സൈഡ് എടുത്തു ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ഡിസോൾവ് ചെയ്തു, ഒന്ന് ഹീറ്റ് ചെയ്തു, ഡൈല്യൂട്ട് ചെയ്തു, ഹീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? നോൺ എമൗണ്ട് ഓഫ് എക്സസ് എമൗണ്ടിൽ എന്ത് ആഡ് ചെയ്തു? എഡിറ്റേറ്റ് ആഡ് ചെയ്തു അല്ലെ. അപ്പൊ എഡിറ്റേറ്റ് ആഡ് ചെയ്തപ്പോൾ അവിടെ എന്ത് ചെയ്തു? കോംപ്ലക്സേഷൻ ഫോം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സേഷൻ ഫോം ചെയ്തതിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? സോഡിയം ഹൈഡ്രോക്സൈഡ് ചെറിയൊരു എമൗണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ആസിഡ് മീഡിയം അല്ലേ നിൽക്കുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഹീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിയാക്ഷൻ കോംപ്ലക്സേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ബാക്ക് ടൈട്രേറ്റ് ചെയ്യുവാണ്. പക്ഷെ അവിടെ ബാക്ക് ടൈട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഹെക്സമീൻ. ഓക്കെ, ഹെക്സമീൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഹെക്സമീൻ ആഡ് ചെയ്യുന്നത്? ഹെക്സമീൻ ആഡ് ചെയ്യുന്നത് ഈ ബാക്ക് ടൈട്രേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെക്സമീൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ മീഡിയം ആൽക്കലൈൻ മീഡിയം പ്രൊമോട്ട് ചെയ്ത് ഹെക്സമീൻ ആഡ് ചെയ്യുന്നത് ആൽക്കലൈൻ മീഡിയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ബാക്ക് ടൈട്രേഷൻ ഓഫ് this sodium editate with water lead nitrate solution. Okay, so അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? assay of അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ആഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിയർ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി കോംപ്ലക്സോമെട്രി. Third question, an important ingredient used in commercial suntan preparation is. So suntan preparation le use ചെയ്യുന്ന ingredient. Option A titanium dioxide, option B zinc oxide, option C magnesium oxide and option D calcium oxide. അപ്പോൾ
സൺടാൻ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? നമുക്കറിയാം ടൈറ്റാനിയം ഡയോക്സൈഡ് അല്ലെ. ഓപ്ഷൻ എ ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് സൺടാൻ പ്രിപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ പ്രിപ്പറേഷൻസിലൊക്കെ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു? കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ് ഹാസ് വാട്ട് എ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, സോ അപ്പോൾ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അല്ലെ. സോ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതാണ് അതിനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ടൈറ്റാനിയം ഡയോക്സൈഡ് അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. എന്താണത്? ഒപ്പാസിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചുകൊണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഒപ്പാസിഫയർ ആണ്. അതേപോലെ തന്നെ നമുക്ക് സൺടാൻ പ്രിപ്പറേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വൈറ്റ് പിഗ്മെന്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് അല്ലെ ടൈറ്റാനിയം ഡയോക്സൈഡ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ സിങ്ക് ഓക്സൈഡ് ആണെങ്കിലോ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. സിങ്ക് ഓക്സൈഡ് ആണെങ്കിൽ എവിടെയൊക്കെ പഠിച്ചു? സിങ്ക് ഓക്സൈഡിന്റെ കേസ് വരുമ്പോൾ അപ്പോൾ ഇതും ടോപ്പിക്കൽ പ്രൊട്ടക്റ്റന്റ് ആണ്, അതേപോലെ തന്നെ ഇതും ഇനോർഗാനിക് ടോപ്പിക്കൽ പ്രൊട്ടക്റ്റന്റ് ആണ്. പക്ഷെ അവിടെ നമുക്ക് സൺടാൻ പ്രിപ്പറേഷൻ വരുന്നില്ല. ഓക്കെ, സിങ്ക് ഓക്സൈഡിന്റെ കേസ് വരുമ്പോൾ സിങ്ക് ഓക്സൈഡ് ഒരു ആസ്ട്രിഞ്ചന്റ് ആണ് സിങ്ക് ഓക്സൈഡ്. ഓക്കെ, സോ അപ്പം സിങ്ക് ഓക്സൈഡ് ആസ്ട്രിഞ്ചന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് സിങ്ക് ഓക്സൈഡിന്റെ പ്ലാസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ. സോ അപ്പോൾ ടൈറ്റൻ ചെയ്യും ബ്ലഡ് വെസൽസിനെ. സോ അപ്പോൾ അതുകൊണ്ട് സിങ്ക് ഓക്സൈഡ് എന്താണ്? ആസ്ട്രിഞ്ചന്റ് ആണ്, മൈൽഡ് ആന്റിസെപ്റ്റിക് ആണ്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ആക്ഷൻസ് ഉണ്ട്? സിങ്ക് ഓക്സൈഡിന്റെ കേസ് വരുമ്പോൾ നമുക്ക് വൈവയ്ക്കൊക്കെ യൂഷ്വലി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉന്നാസ് പേസ്റ്റിന്റെ കണ്ടന്റ് എന്താന്ന് ചോദിക്കാറുണ്ട് അല്ലെ വൈവയ്ക്കൊക്കെ. അപ്പോൾ ഉന്നാസ് പേസ്റ്റിന്റെ കണ്ടന്റിൽ വരുന്നതാണ് സിങ്ക് ഓക്സൈഡും ഗ്ലിസറിനും ജെലാറ്റിനും. ഓക്കെ, പിന്നെ എവിടെ വരാം സിങ്ക് ഓക്സൈഡ്? സിങ്ക് ഓക്സൈഡിന്റെ പിന്നെ ഇതുണ്ടല്ലോ ഓയിൻമെന്റ് ഉണ്ടല്ലോ സിങ്ക് ഓക്സൈഡിന്റെ. അതായത് സിങ്ക് ഓക്സൈഡ് ഈ സ്കിൻ റാഷസിന്റെ ഒക്കെ കേസിൽ, ഡയപ്പർ റാഷസിന്റെ ഒക്കെ കേസിൽ സിങ്ക് ഓക്സൈഡ് യൂസ്ഫുൾ ആണ്. സോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് സിങ്ക് ഓക്സൈഡ് വരുന്നത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ആസ്ട്രിഞ്ചന്റ് ആണ്, മൈൽഡ് ആന്റിസെപ്റ്റിക് ആണ്, പിന്നെ അതേപോലെ തന്നെ ഉന്നാസ് പേസ്റ്റിന്റെ കണ്ടന്റ് ഓർക്കുക. പിന്നെ സിങ്ക് ഓക്സൈഡിന്റെ പ്ലാസ്റ്ററിന്റെ കേസ് ഓർക്കുക. സിങ്ക് ഓക്സൈഡ് ഡയപ്പർ റാഷസിനും മറ്റൊക്കെ സ്കിൻ ഇറിറ്റേഷന് യൂസ് ചെയ്യുന്നുണ്ട് സിങ്ക് ഓക്സൈഡ്. പിന്നെ അതുപോലെ തന്നെ ഡെന്റലിൽ സിങ്ക് ഓക്സൈഡിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. ടെമ്പററി ഫില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സിമെന്റിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഡെന്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും എന്താണ് ഡെന്റൽ സിമെന്റിനൊക്കെ സിങ്ക് ഓക്സൈഡ് വരുന്നുണ്ട്. സോ അപ്പോൾ അതൊക്കെയാണ് സിങ്ക് ഓക്സൈഡിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം ഓക്സൈഡ് ആന്റാസിഡ് ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ആണ് മെഗ്നീഷ്യം ഓക്സൈഡിന്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഇനോർഗാനിക് ആയിട്ടുള്ള പിന്നെ കണ്ടൻസ് ഏജൻസിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇത് രണ്ട് ടോപ്പിക്കിലാണ്. ഇതിൽ ടാൻ വരുന്നത് അല്ലെങ്കിൽ സൺ ടാൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്, സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ വരുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡിനാണ്. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് യൂസ്ഡ് ഇൻ കഫ് മിക്സ്ചർ. കഫ് മിക്സ്ചറിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ പൊട്ടാസ്യം അയഡൈഡ്, ഓപ്ഷൻ ബി പൊട്ടാസ്യം ബ്രോമൈഡ്, ഓപ്ഷൻ സി സോഡിയം ബ്രോമൈഡ് ആൻഡ് ഓപ്ഷൻ ഡി മെഗ്നീഷ്യം സൾഫേറ്റ്. സോ അപ്പോൾ കഫ് മിക്സ്ചറിൽ യൂസ് ചെയ്യുന്നത് ഏത്? അതായത് എക്സ്പെക്ടോറന്റ് ഏതെന്നാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പൊട്ടാസ്യം അയഡൈഡ് അല്ലെ. പൊട്ടാസ്യം അയഡൈഡ് ആണ് എക്സ്പെക്ടോറന്റ് ആക്ഷൻ തരുന്നതാണ് പൊട്ടാസ്യം അയഡൈഡ്. അപ്പോൾ പൊട്ടാസ്യം അയഡൈഡിന്റെ പിന്നെ നമുക്ക് പൊട്ടാസ്യം ബ്രോമൈഡും സോഡിയം ബ്രോമൈഡും ഒക്കെ ബ്രോമൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആന്റി കൺവൾസൻ പ്രോപ്പർട്ടിയാണ്. കൺവൾഷന് ബ്രോമൈഡ് അയോൺസ് യൂസ്ഫുൾ ആണ്. സോ അപ്പോൾ ദേ ഹാവ് വാട്ട് ആന്റി കൺവൾസന്റ് ആണ്. അതേപോലെ തന്നെ പൊട്ടാസ്യം ബ്രോമൈഡിന് ഒരു സെഡേറ്റീവ് എഫക്റ്റും ഉണ്ട് പൊട്ടാസ്യം ബ്രോമൈഡ്. ഇത് വെറ്റിനറി പർപ്പസസിനാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയാണ് അതിന്റെ കേസ് വരിക. പൊട്ടാസ്യം അയഡൈഡ് പിന്നെ അല്ലാതെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം അയഡൈഡ് നമ്മൾ അയഡിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം അയഡൈഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? പിന്നെ അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഈ ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പൊട്ടാസ്യം അയഡൈഡിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ, അതായത് ക്യാൻസറിന്റെ ഒക്കെ കേസ് വരുമ്പോഴത്തേക്കും റേഡിയോ അയഡിന്റെ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും പൊട്ടാസ്യം അയഡൈഡ് ഒരു ഹെൽപ്ഫുൾ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ ആന്റി ഫംഗലിൽ നമ്മൾ പൊട്ടാസ്യം അയഡൈഡ് പഠിക്കുന്നുണ്ട് അല്ലെ. പൊട്ടാസ്യം അയഡൈഡ് ആന്റി ഫംഗൽ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് പൊട്ടാസ്യം അയഡൈഡിന്റെ കേസ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള റിയേജൻസിലൊക്കെ പൊട്ടാസ്യം അയഡൈഡ് ഉണ്ടല്ലോ. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് അതിന്റെ യൂസ്. എക്സ്പെക്ടോറന്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ ആന്റി തൈറോയിഡ് ആണ്, പിന്നെ അതേപോലെ തന്നെ
പ്രൊട്ടക്ഷൻ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആന്റി ഫംഗൽ ആണ്. പിന്നെ റിയേജൻസിന്റെ ഒക്കെ കണ്ടന്റ് ആണ്. സോ അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പൊട്ടാസ്യം അയോഡൈഡിന്റെ യൂസ് വരിക. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഗഡ്സി ടെസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ. ഓക്കെ, അപ്പം ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ആരുടെ ലിമിറ്റ് ടെസ്റ്റിലാണ് നമ്മൾ ഗഡ്സൈറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ലെഡ്, ഓപ്ഷൻ ബി ക്ലോറൈഡ്, ഓപ്ഷൻ സി അയൺ ആൻഡ് ഓപ്ഷൻ ഡി ആർസനിക്. ഗഡ്സൈറ്റ് അപ്പാരറ്റസ് വരുന്നത് ഓഫ് കോഴ്സ് ആർസനിക്കിന്റെ ലിമിറ്റ് ടെസ്റ്റിലാണ് നമുക്ക് ഏത് വരുന്നത്? ഗഡ്സി അപ്പാരറ്റസ് വരുന്നത്. ഓക്കെ, ആർസനിക് ലിമിറ്റ് ടെസ്റ്റിലാണ് ഗഡ്സൈറ്റ് അപ്പാരറ്റസ് വരുന്നത്. സോ ഗഡ്സൈറ്റ് ടെസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ആൽക്കലൈൻ പൊട്ടാസ്യം മെർക്യൂറിക് അയോഡൈഡ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഹാഗേഴ്സ് റിയേജന്റ്, ഓപ്ഷൻ ബി നെസ്ലേഴ്സ് റിയേജന്റ്, ഓപ്ഷൻ സി വാഗ്നേഴ്സ് റിയേജന്റ് ആൻഡ് ഓപ്ഷൻ ഡി മാർക്യൂസ് റിയേജന്റ്. ഓക്കെ, സോ അപ്പോൾ ആൽക്കലൈൻ പൊട്ടാസ്യം മെർക്യൂറിക് അയോഡൈഡ്. ഓക്കെ, പൊട്ടാസ്യം മെർക്യൂറിക് അയോഡൈഡ് K2HgI4. ഓക്കെ, K2HgI4 ആണ് പൊട്ടാസ്യം മെർക്യൂറിക് അയോഡൈഡ്. സോ അത് ഏതിൻ്റെതാണ് വരുന്നത്? ഓപ്ഷൻ ബി നെസ്ലേഴ്സ് റിയേജന്റ് ആണ് പൊട്ടാസ്യം മെർക്യൂറിക് അയോഡൈഡ്. ഓക്കെ, നെസ്ലേഴ്സ് റിയേജന്റ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് അറിയാലോ. ഹാഗേഴ്സ് റിയേജന്റ് എന്താണ്? ഈ നെസ്ലേഴ്സ് റിയേജന്റ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. അമോണിയ അയോൺസിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നെസ്ലേഴ്സ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അമോണിയം അയോൺസിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നെസ്ലേഴ്സ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഹാഗേഴ്സ് റിയേജന്റ് ആണെങ്കിൽ എന്തായിരുന്നു? ഹാഗേഴ്സ് റിയേജന്റും വാഗ്നേഴ്സ് റിയേജന്റും മാർക്യൂസ് റിയേജന്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കലോയിഡ്സിന്റെ ഡിറ്റക്ഷൻ ടെസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹാഗേഴ്സ് റിയേജന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? ഹാഗേഴ്സ് റിയേജന്റ് പിക്രിക് ആസിഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് അല്ലെ. ഹാഗേഴ്സ് റിയേജന്റ് വാഗ്നേഴ്സ് റിയേജന്റ് ആകുമ്പോഴോ അയഡൈൻ പൊട്ടാസ്യം അയോഡൈഡ് കോമ്പിനേഷൻ ആ ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് ഏതെന്ന് പറയുന്നത്? വാഗ്നേഴ്സ് റിയേജന്റ്. ഇനി മാർക്യൂസ് റിയേജന്റ് ആകുമ്പോഴോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തനാൽ ഇൻ കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. ഓക്കെ, സോ അപ്പോൾ ഫോമാൽഡിഹൈഡ് ഇൻ H2SO4 ആണ്. HCHO ഇൻ H2SO4 ആണ് എന്തെന്ന് പറയുന്നത്? മാർക്യൂസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് പൊട്ടാസ്യം മെർക്യൂറിക് അയോഡൈഡ് ആണ് എന്തെന്ന് പറയുന്നത്? നെസ്ലേഴ്സ് reagent. Next question. Seventh question. Which of the following is used in anti-dandruff preparation? Anti-dandruff preparation യൂസ് ചെയ്യുന്നത് സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓപ്ഷൻ എ ബെന്റോണൈറ്റ്, ഓപ്ഷൻ ബി കലാമിൻ, ഓപ്ഷൻ സി സെലനിയം സൾഫൈഡ്, ഓപ്ഷൻ ഡി സെട്രിമൈഡ്. ഓക്കെ, സോ അപ്പോൾ ആന്റി-ഡാൻഡ്രഫ് പ്രിപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ സി സെലനിയം സൾഫൈഡ് അല്ലെ. സെലനിയം സൾഫൈഡ് ആണ് ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻ. എത്ര പെർസെന്റേജ് ആണ് നമുക്ക് വരിക ആന്റി ഡാൻഡ്രഫ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ? എത്ര പെർസെന്റേജ്? അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? അത് 2.5% ആണ്. ഓക്കെ, നമുക്ക് ലോഷനും ഷാമ്പൂ ഒക്കെ ഉണ്ടല്ലേ. സോ അപ്പോൾ സെലനിയം സൾഫൈഡ് 2.5% ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് അതായത് ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് വരുമ്പോഴാണ് ഇത് വരുന്നത് 2.5%. അല്ലാതെ നമുക്കിപ്പോൾ OTC ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1% അവൈലബിൾ ആണ്. അപ്പോൾ 1% അവൈലബിൾ ആണ്. പക്ഷെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് 1%, 2.5% ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നത് 2.5% ആണ്. ഓക്കെ, അപ്പോൾ അത് സ്പെസിഫൈ ചെയ്ത് തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടും ഉണ്ട്, 1% ഉണ്ട്, 2.5% ഉണ്ട്. പക്ഷെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 2.5% ആണ്. OTCയിൽ 1% അവൈലബിൾ ആണ് സെലനിയം സൾഫൈഡ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ അത് ഫംഗിസൈഡലും ആണ്, കെരാറ്റോലൈറ്റിക്കും ആണ് സെലനിയം സൾഫൈഡ്. ഓക്കെ, ഇനി എന്തായിരുന്നു ബെന്റോണൈറ്റ്? ബെന്റോണൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലേ ആണ് അല്ലേ, ഒരു ക്ലേ ആണ്, ഹൈഡ്രേറ്റഡ് അലുമിനിയം സിലിക്കേറ്റ് ആണ് ബെന്റോണൈറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കലാമിൻ എന്തായിരുന്നു? കലാമിൻ ലോഷനൊക്കെ നമ്മൾ സസ്പെൻഷനിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ കലാമിൻ എന്തായിരുന്നു? കലാമിൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി സിങ്ക് ഓക്സൈഡ് വിത്ത് വാട്ട് 0.5% ഫെറിക് ഓക്സൈഡ് ആണ് കലാമിൻ. സോ അപ്പോൾ ഈ ഫെറിക് ഓക്സൈഡ് ആണ് ആ കലാമിന്റെ ആ ഒരു സ്ലൈറ്റ് റെഡ് കളറിന് കാരണം. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ സിട്രിമൈഡും നമ്മൾ പഠിച്ചു. സിട്രിമൈഡ് ആകുമ്പോഴത്തേക്ക് എന്താ പറയുക? സിട്രിമൈഡിന്റെ കേസ് വരുമ്പോൾ അത് ഡിസിൻഫെക്റ്റന്റ് ആണ്. അതേപോലെ തന്നെ എന്താണ്? ക്വാട്ടർണറി അമോണിയം സോൾട്ട് ആണ്. അതേപോലെ തന്നെ കാറ്റയോണിക് സർഫാക്റ്റന്റ് ആണ് അല്ലെ. സിട്രിമൈഡ് അങ്ങനെ പല രീതിയിൽ നമ്മൾ പഠിച്ചു അല്ലെ. സർഫാക്റ്റന്റ് ആണ്, കാറ്റയോണിക് സർഫാക്റ്റന്റ്. സിട്രിമൈഡിന്റെ ഫുൾ ഫോം ഓർമ്മയുണ്ടോ? ആൽക്കൈൽ ട്രൈ മീഥൈൽ അമോണിയം ബ്രോമൈഡ് അല്ലെ. ആൽക്കൈൽ ട്രൈ മീഥൈൽ അമോണിയം ബ്രോമൈഡ് ആണ് സിട്രിമൈഡ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സ്ട്രാ പറയാനുണ്ടായിരുന്ന കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. The reddish purple color formed in limit test for iron is option A ferroin, option B ferric thioglycolate, option C ferrocyanide and option D ferrous thioglycolate.
അപ്പൊ എപ്പോഴും നമുക്ക് അയണിന്റെ ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റ് ടെസ്റ്റ് ചോദിക്കുവാണെങ്കിൽ മോസ്റ്റ്ലി ഈ ഫെറസും ഫെറിക്കും വെച്ചിട്ടുള്ള കളിയാ വരിക. ഓക്കെ, സോ അപ്പൊ ഫെറസും ഫെറിക്കും വെച്ചിട്ടുള്ള ആ ഒരു കളിയാണ് മോസ്റ്റ്ലി വരുന്നത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിട്ട് പോവുക. ഫെറസ് ആണോ ഫെറിക്കാണോ എന്നൊക്കെ ഉള്ളതൊന്ന് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചിട്ട് പോവുക കേട്ടോ. അപ്പൊ നമുക്ക് റെഡിഷ് പേർപ്പിൾ കളറാണ് നമ്മുടെ ലിമിറ്റ് ടെസ്റ്റിൽ, അയണിന്റെ ലിമിറ്റ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? തയോഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഓക്കെ, തയോഗ്ലൈക്കോളിക് ആസിഡ് ആണ് എന്നുള്ള ഫസ്റ്റ് പോയിന്റ് ഓർക്കുക, അതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അയൺ തയോഗ്ലൈക്കോളിക് ആസിഡുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കാനുള്ളത്. എപ്പോഴും ഓർക്കുക, നമ്മൾ എന്തിനാ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്? അയണ്ടത് ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എടുക്കുന്ന ആ സാമ്പിളിന്റെ അയണിന്റെ കണ്ടന്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ലിമിറ്റിനുള്ളിലാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ, അല്ലെങ്കിൽ അയണിന്റെ ആ ഒരു ഇംപ്യൂരിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ലിമിറ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അയണിന്റെ ഇംപ്യൂരിറ്റി, നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളിന്റെ അയൺ ഇംപ്യൂരിറ്റിയുടെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ് ലിമിറ്റ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്കൊരു സ്റ്റാൻഡേർഡും ഒരു ടെസ്റ്റും ഉണ്ടായിരിക്കും. സോ അപ്പോൾ സ്റ്റാൻഡേർഡിന് ഒരു കളർ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കളർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടെസ്റ്റിനെ കമ്പയർ ചെയ്യുന്നത് അല്ലെ. ഇതാണ് ലിമിറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ അയണിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അയണിന്റെ കേസിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ഓർക്കാനുള്ളത് എന്താണ്? അയണിൽ ഏത് ഫോം ആയിട്ടാണ് മാറുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഫെറിക്ക് ഫെറസ് ആയിട്ടാണ് മാറുക. ഓക്കെ, ഫെറിക്ക് റെഡ്യൂസ്ഡ് ടു ഫെറസ് ആണ്. ഓക്കെ, ഫെറിക്ക് റെഡ്യൂസ്ഡ് ടു ഫെറസ്. ഓക്കെ, ദാറ്റ് ഈസ് Fe3 പ്ലസ് റെഡ്യൂസ്ഡ് ടു Fe2 പ്ലസ്. ഓക്കെ, Fe3 പ്ലസ് റെഡ്യൂസ്ഡ് ടു Fe2 പ്ലസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഫെറിക്ക് ഫെറസ് ആവുന്നു ഇൻ പ്രസൻസ് ഓഫ് തയോഗ്ലൈക്കോളിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം നമുക്ക് പല രീതിയിലും ഇതാണ് ബേസിക് ആയിട്ട് വരുന്നത്. എന്ത് ഫോമാണ് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈനലി ഫോം ചെയ്യുന്നത് എന്താണ് എന്നുള്ളത്. അപ്പൊ ഫെറസ് ആണ് ഫൈനലി ഫോം ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുക? നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എങ്ങനെയായിരുന്നാലും നമുക്ക് എന്താണ്? തയോഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. തയോഗ്ലൈക്കോളിക് ആസിഡും സിട്രിക് ആസിഡും അതുപോലെ തന്നെ അമോണിയം, ഈ 4 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അയൺ, തയോഗ്ലൈക്കോളിക് ആസിഡ്, സിട്രിക് ആസിഡ് ആസ് വെൽ ആസ് വാട്ട് അമോണിയം. അപ്പോൾ അതിൽ നമ്മൾ സിട്രിക് ആസിഡും തയോഗ്ലൈക്കോളിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഫെറിക് അയോൺസ് ഫെറസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഫെറസ് തയോഗ്ലൈക്കോളേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഫെറസ് തയോഗ്ലൈക്കോളേറ്റിന് ആസിഡിക് മീഡിയം വരുന്നാലും ന്യൂട്രൽ മീഡിയം വരുന്നാലും പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ആൽക്കലൈൻ മീഡിയം ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ആഡ് ചെയ്യുന്നത്? അമോണിയ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമോണിയയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിൽ ഫെറസ് തയോഗ്ലൈക്കോളേറ്റ് റെഡിഷ് പേർപ്പിൾ കളർ വരും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത് ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അമോണിയ ആഡ് ചെയ്യുന്നത്. ഇനി സിട്രിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്? സിട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നത് ഈ അയൺ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ അമോണിയമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സിട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത് ലിമിറ്റ് ടെസ്റ്റ് ഫോർ അയണിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് ഓർക്കാനുള്ളത് ഫെറിക്ക് ഫെറസ് ആവുന്നു എന്നുള്ള പോയിന്റ് ഓർക്കാം. ഇനി നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എപ്സം സോൾട്ട്? ഓപ്ഷൻ എ. ഓക്കെ, വാട്ട് ഈസ് എപ്സം സോൾട്ട്? ഓപ്ഷൻ എ ഫെറസ് സൾഫേറ്റ്, ഓപ്ഷൻ ബി magnesium sulfate, option C copper sulfate and option D barium sulfate. Okay, Epsom salt എന്താണ്? Epsom salt magnesium sulfate ആണ് അല്ലേ. ഓപ്ഷൻ ബി is the answer. 9B magnesium sulfate. Okay, Epsom salt magnesium sulfate ആണ്. ഇനി എന്താ ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത്? എന്താണ് ഫെറസ് സൾഫേറ്റ്? അതിന്റെ കളർ വെച്ച് തന്നെ ഓർക്കാം അല്ലേ, ഗ്രീൻ വിട്രിയോൾ. ഓക്കെ, ഗ്രീൻ വിട്രിയോൾ ആണ് ഫെറസ് സൾഫേറ്റ്. അപ്പൊ കോപ്പർ സൾഫേറ്റ് എന്തായിരിക്കും? ബ്ലൂ വിട്രിയോൾ. ഓക്കെ, ബ്ലൂ വിട്രിയോൾ ആണ് കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ്, ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ്, പിന്നെ മെഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ട്. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡ്രഗ് ഇസ് യൂസ്ഡ് ആസ് ആന്റിഡോട്ട് ഇൻ ആർസനിക് പോയ്സണിങ്? ആർസനിക് പോയ്സണിങ് അഥവാ ഹെവി മെറ്റൽ പോയ്സണിങ്ങിന് നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? ഓപ്ഷൻ എ ഡൈമകാപ്രോൾ, ഓപ്ഷൻ ബി പെൻസിലാമൈൻ, ഓപ്ഷൻ സി പ്രിലിഡോക്സിം ആൻഡ് ഓപ്ഷൻ ഡി ഡെസ്പെറിഓക്സമൈൻ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ ഡൈമകാപ്രോൾ അല്ലെ. ഡൈമകാപ്രോളിന്റെ മറ്റൊരു പേര് എന്താണ്? ബ്രിട്ടീഷ് ആന്റി ലെവിസിറ്റ്. ഓക്കെ, ബ്രിട്ടീഷ് ആന്റി ലെവിസിറ്റ് അഥവാ ബാൾ എന്ന് പറയുന്നതാണ് എന്ത്? ഡൈമകാപ്രോൾ, ആൻഡ് ഇറ്റ് ഈസ് ദ ആന്റിഡോട്ട് ഇൻ വാട്ട്? ആർസനിക് പോയ്സണിങ്.
പിന്നെ അതേപോലെ തന്നെ അത് ഹെവി മെറ്റൽ പോയ്സണിങ്ങിന്റെ ആന്റിഡോട്ട് ആണ്. പിന്നെ പെൻസിലമൈൻ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രെലിഡോക്സിം എന്തായിരുന്നു? പ്രെലിഡോക്സിം ആന്റി കോളിനെസ്റ്ററേസ് പോയ്സണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രെലിഡോക്സിൻ. അതൊരു കോളിനെസ്റ്ററേസ് റീആക്ടിവേറ്റർ ആണല്ലേ. അപ്പോൾ ആന്റി കോളിനെസ്റ്ററേസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കോളിനെസ്റ്ററേസ് ആണ് അവിടെ നശിക്കപ്പെടുന്നത്. അപ്പൊ അതിനെ റീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഓക്സൈൻസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഏത്? ഈ പ്രെലിഡോക്സിൻ ഡ്രഗ്. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കാനുള്ള ഒരു പോയിന്റും കൂടി ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു അത്? നമ്മുടെ എന്ത് ടൈപ്പ് ആന്റി കോളിനെസ്റ്ററേസ് പോയ്സണിങ്ങിനാ ഇത് പ്രെലിഡോക്സിൻ യൂസ് ചെയ്യുക? ഓർഗനോഫോസ്ഫേറ്റ് ആന്റി കോളിനെസ്റ്ററേസ് പോയ്സണിങ്ങിനാണ് നമ്മൾ പ്രെലിഡോക്സിൻ യൂസ് ചെയ്യുക. അതേസമയം കാർബോമേറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതും ഓർക്കുക, എപ്പോഴും നമുക്ക് MCQs വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ കാർബോമേറ്റ് ആണെന്നുണ്ടെങ്കിൽ കാർബോമേറ്റിന് ഓർഗനോഫോസ്ഫേറ്റിന് നമുക്ക് ആരെ യൂസ് ചെയ്യാം? എട്രോപ്പിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാം. പിന്നെ ഡെസ്ഫെറിയോക്സമിൻ. ഡെസ്ഫെറിയോക്സമിൻ എന്ന് പറയുന്നത് അയണിന്റെ ആന്റിഡോട്ട് ആണ്. ഡെസ്ഫെറിയോക്സമിൻ അയണിന്റെ ഇത് നമുക്ക് പാരന്റൽ റൂട്ടിലാണ് എടുക്കുക. ഡെസ്ഫെറിയോക്സമിൻ ഓറലി എടുക്കുന്നതാണെങ്കിൽ ഡെഫെറിപ്രോൺ. ഓക്കെ, ഓറലി എടുക്കുന്നത് ഡെഫെറിപ്രോണും ഡെഫെറിപ്രോൺ. ഓക്കെ, ഓറലി എടുക്കുന്നത് ഡെഫെറിപ്രോൺ, ഡെസ്ഫെറിയോക്സമിൻ പാരന്റൽ റൂട്ടിലാണ് എടുക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ പിന്നെ ആന്റിഡോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്ന ഓപ്ഷൻ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഡൈമർകാപ്രോൾ ആണ് ആൻസർ. Next 11th question, which of the following is a tropane alkaloid? Tropane alkaloid ഇതിൽ ഏതാണെന്ന്? ഓപ്ഷൻ എ ഹയസാമിൻ, ഓപ്ഷൻ ബി ഫൈസോസ്റ്റിക്മിൻ, ഓപ്ഷൻ സി ക്യുനൈൻ ആൻഡ് ഓപ്ഷൻ ഡി വിൻക്രിസ്റ്റൈൻ. ഓക്കെ, സോ അപ്പോൾ ട്രോപ്പൈൻ ആൽക്കലോയിഡ് ഏതാണ്? ഓപ്ഷൻ എ ഹയസാമിൻ അല്ലേ. സോ ഇനി ഫൈസോസ്റ്റിക്മിൻ എന്തായിരുന്നു? ഫൈസോസ്റ്റിക്മിൻ ഒരു ഇൻറ്റോൾ ആൽക്കലോയിഡ് ആണ്. വിൻക്രിസ്റ്റിനും അതുപോലെ തന്നെ വിങ്ക് ആൽക്കലോയിഡ് അല്ലേ. സോ അപ്പോൾ അത് ഒരു ഇൻറ്റോൾ ആൽക്കലോയിഡ് ആണ്. ക്യുനൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സിങ്കോണ ആൽക്കലോയിഡ് ആണ്, അതായത് ക്യുനോളിൻ ആണ് അതിൽ വരിക അല്ലേ. സോ ദാറ്റ് ഇസ് ദ കേസ്. Which of the opium alkaloid is used to suppress unproductive cough? Option A thibine, option B morphine, option C papaverine and option D codeine. അപ്പോൾ opium alkaloid that is used to suppress unproductive cough. Okay, അപ്പോൾ opium alkaloid to suppress unproductive cough എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആന്റിറ്റുസീവ് ആയിട്ട് ഇതിൽ ആക്ട് ചെയ്യുന്ന opium alkaloid ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ തിബൈൻ ആണോ, മോർഫിൻ ആണോ, പപ്പാവറൈൻ ആണോ, കൊഡീൻ ആണോ? ഇതെല്ലാം തന്നെ ഒപ്പിയം ആൽക്കലോയിഡ് ആണ്. പക്ഷെ അതിൽ ആന്റിഡസീവ് പ്രോപ്പർട്ടി ഉള്ളത് ആർക്കാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി കൊഡീൻ. ഓക്കെ, ആന്റിഡസീവ് പ്രോപ്പർട്ടി മോർഫിനും ആന്റിഡസീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ടൈപ്പിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ മോർഫിൻ ആന്റിഡസീവ് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആ പ്രോപ്പർട്ടി നമുക്ക് ആന്റിഡസീവ് വെരി ലൈറ്റ് ആണ്. സോ അപ്പോൾ നമുക്ക് ആന്റിഡസീവ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് മോർഫിനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ആക്ച്വലി അതിന് ആന്റിഡസീവ് പ്രോപ്പർട്ടി ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ട് നമുക്ക് ചോദിക്കുമ്പോൾ അത് ഓർമ്മ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? കൊഡീനാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഇനി 13th ക്വസ്റ്റ്യൻ, കെമിക്കൽ നെയിം ഓഫ് ഹെറോയിൻ. കെമിക്കൽ നെയിം ഓഫ് ഹെറോയിൻ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണത്? ഡയാസെറ്റൈൽ മോർഫിൻ ആണ് ഹെറോയിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ആർട്ടിമിസിനിൻ എസ്. ആർട്ടിമിസിനിൻ എന്താണ്? ആന്റി മലേറിയൽ ഡ്രഗ് ആണ് ആർട്ടിമിസിൻ. ഇതിന്റെ കെമിക്കൽ നേച്ചർ എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ ഡൈറ്റർപീൻ ലാക്ടോൺ, ഓപ്ഷൻ ബി സെസ്ക്യൂട്ടർപീൻ ലാക്ടോൺ, ഓപ്ഷൻ സി ട്രൈറ്റർപീൻ ലാക്ടോൺ ആൻഡ് ഓപ്ഷൻ ഡി ടെട്രാടെർപീൻ ലാക്ടോൺ. ഓക്കെ, ആർട്ടിമിസിനിൽ നമ്മൾ ക്ലോറോക്വിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫാൽസിപാരത്തിനും എഗെയിൻസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സെറിബ്രൽ മലേറിയയ്ക്കും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ആർട്ടിമിസിനിൻ. സോ അതിന്റെ സ്ട്രക്ചർ വരുന്നത് എന്താണ്? ഇറ്റ്സ് എ സെസ്ക്യൂട്ടർപീൻ ലാക്ടോൺ ആണ്. ഓക്കെ, ഇറ്റ്സ് എ സെസ്ക്യൂട്ടർപീൻ ലാക്ടോൺ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, the question, an example for indole alkaloid is option A quinine, option B atropine, option C ephedrine and option D strychnine. Okay, so indole alkaloid ine example ഏതെന്നാണ്? We have the answer option D strychnine. അല്ലേ, strychnine ഏതിന്ന് എടുക്കുക? നക്സോമിക്ക എന്നാണ് എടുക്കുന്നത് അല്ലേ. നക്സോമിക്ക സീഡിന്ന് എടുക്കുന്ന ആൽക്കലോയിഡ് ആണ് strychnine. So it is found to be an example for indole alkaloid. Quinine നമ്മൾ നേരത്തെ പറഞ്ഞു, അത് സിങ്കോണയാണ്, കിനോളിൻ ആണ്. പിന്നെ അട്രോപ്പിൻ ആണെന്നുണ്ടെങ്കിൽ ട്രോപ്പൈൻ ആൽക്കലോയിഡ് ആണ്. എഫിഡ്രിൻ ആണെങ്കിൽ എന്താണ് വരുന്നത്? പ്രോട്ടോ ആൽക്കലോയിഡ് അല്ലെങ്കിൽ അമിനോ ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് എഫിഡ്രിൻ അല്ലേ. നമുക്ക് ആൽക്കലോയിഡ്സ് നമ്മൾ പറയുമ്പോഴത്തേക്കും പറയാറുണ്ട് ഹെട്രോസൈക്ലിക് റിംഗിലാണ് അത് നൈട്രജൻ വരുന്നത് എന്നുള്ളത്. പക്ഷേ എഫിഡ്രിൻ, കോൾച്ചസിൻ ഇതിനൊക്കെ എന്താ ചെയ്യുക? അങ്ങനെ ഒരു റിംഗ് ഇല്ല, പകരം പുറത്താണ് നൈട്രജൻ കാണുക അല്ലേ. സോ അപ്പോൾ റിംഗ് ഇല്ലാതെയാണ് നൈട്രജൻ വരുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രോട്ടോ ആൽക്കലോയിഡ് അല്ലെങ്കിൽ എന്താ പറയാനും മറ്റൊരു പേര് എന്താണ്? അമിനോ ആൽക്കലോയിഡ്. ഓക്കെ, സോ അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് എഫിഡ്രിൻ.
Next, 16th question. Cholesterol on opener oxidation gives. Okay. Option A, cholest 4N2 on. Option B, cholest 4N3 on. Option C, cholest 4 on 3 on. And option D, 4N2 on. അപ്പോൾ കൊളസ്ട്രോൾ ഓപ്പണർ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്പണർ ഓക്സിഡേഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഓപ്പണർ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണർ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി ആൽക്കഹോള് എന്തായിട്ട് മാറണം? സെക്കൻഡറി ആൽക്കഹോള് കീറ്റോൺ ആയിട്ട് മാറണം. ഓക്കെ, സോ അപ്പോൾ സെക്കൻഡറി ആൽക്കഹോള് കീറ്റോൺ ആയിട്ട് അലുമിനിയം ആൽക്കോക്സൈഡിന്റെ പ്രസൻസിൽ കീറ്റോൺ ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഓക്സിഡേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പണർ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ കീറ്റോൺ ആയിട്ടാണ് മാറുക. പക്ഷെ ഇവിടുത്തെ ഓപ്ഷനിലെല്ലാം തന്നെ തന്നിരിക്കുന്നതിൽ നമുക്ക് 2 ഓൾ ആണ്. സോ അപ്പോൾ അതിന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 ആൽക്കഹോൾ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്തുണ്ട്? 4N2 ഓണും ഉണ്ട്, 4N3 ഓണും ഉണ്ട് അല്ലെ. അപ്പൊ 2 കീറ്റോൺ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രക്ചർ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പോൾ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ നമുക്കറിയാം ഒരു സ്റ്റിറോയിഡൽ സ്ട്രക്ചർ ആണ് അല്ലെ. സോ അപ്പോൾ കൊളസ്ട്രോളിന്റെ കേസ് എടുക്കുമ്പോൾ ഫുള്ള് വരയ്ക്കേണ്ട, നമുക്ക് എയും ബിയും റിങ് മാത്രം മതി. മറ്റേ മുകളിലോട്ട് വരുന്ന CD ഒന്നും വേണ്ട. കാരണം നമുക്ക് ഇവിടെ വേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? ആൽക്കഹോള് കീറ്റോൺ ആവുന്ന കേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ നമുക്കറിയാം നമ്പറിങ് കൊടുക്കുമ്പോൾ 1, 2, 3. തേർഡ് പൊസിഷനിൽ നമുക്ക് ആരുണ്ട്? കൊളസ്ട്രോളില് OH ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. തേർഡ് പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് 4, 5, 6, 7, 8, 9, 10. അപ്പോൾ അതിൽ 5നും 6നും ഇടയ്ക്കാണ് നമുക്ക് അൺസാച്ചുറേഷൻ വരുന്നത്. പിന്നെ 10th പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ബാക്കി നമുക്ക് സ്ട്രക്ചർ പോകുന്നത് ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത്. ഓക്കെ, അതിന്റെ അടുത്ത C&D റിങ് വരും. അങ്ങനെ സ്റ്റിറോയിഡിന്റെ സ്ട്രക്ചർ പോകും. അപ്പൊ ഈ ഇത്ര പോർഷൻ മതി നമുക്ക് റിയാക്ഷൻസിന്റെ കേസിൽ നമുക്കിപ്പോൾ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓപ്പണർ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു തേർഡ് പൊസിഷനിൽ OH ഉണ്ട്, 5th, 6th പൊസിഷനിൽ അൺസാച്ചുറേറ്റഡ് ബോണ്ട് ഉണ്ട്. സോ അപ്പോൾ ഓപ്പണർ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ ഈ OH ഗ്രൂപ്പ് എന്തായിട്ട് മാറും? കീറ്റോൺ ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഇത് കീറ്റോൺ ആയിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പൊ കീറ്റോൺ ആയിട്ട് മാറുമ്പോൾ ഇതെന്താവും? ഡബിൾ ബോണ്ട് O ആവും. ഇവിടുത്തെ ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ വരും? കൊളസ്റ്റ് 3 ഓൺ ആണ് വരുന്നത്. ഇവിടെ തന്നെ നമുക്കറിയാം അല്ലെ, 3 ഓൺ ആണ് വരുന്നത്. പിന്നെ 4ൽ എന്ത് വരുന്നുണ്ട്? അൺസാച്ചുറേറ്റഡ് ബോണ്ട് വരുന്നുണ്ട്. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ C, കൊളസ്റ്റ് 4N3 ഓൺ. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ഓപ്പണർ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യുക? ഓപ്പണർ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആൽക്കഹോളിക് ഗ്രൂപ്പ് കീറ്റോൺ ഗ്രൂപ്പായിട്ട് ഒരു അലുമിനിയം ആൽക്കോക്സൈഡിന്റെ പ്രസൻസിൽ കീറ്റോൺ ഗ്രൂപ്പായിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് ഓപ്പണർ ഓക്സിഡേഷൻ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ വരും കീറ്റോണിന്റെ ഗ്രൂപ്പിന്റെ അടുത്ത്. ഓക്കെ, അതാണ് നടക്കുന്നത്. അപ്പൊ കൊളസ്ട്രോളിന്റെ സ്ട്രക്ചറിന്റെ ആ ഒരു പോർഷൻ എടുക്കുക. അപ്പൊ അതിൽ നമുക്കറിയാം തേർഡ് പൊസിഷനിൽ OH വരും, 5th, 6th പൊസിഷനിൽ അൺസാച്ചുറേഷൻ വരും, 10th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ഇത്രയാണ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്തായിരുന്നു? ഓപ്പണർ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ എന്താ നടക്കുക? ഓപ്പണർ ഓക്സിഡേഷൻ ആണ്. സോ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ ബോണ്ട് O ആയിട്ട് കീറ്റോൺ ആയിട്ട് മാറും, C ഡബിൾ ബോണ്ട് O ആയിട്ട് മാറും. ഇവിടുത്തെ അൺസാച്ചുറേഷൻ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ വി ഹാവ് കൊളസ്റ്റ് 4N3 on as the answer. Okay, so അതാണ് ഓപ്പണർ ഓക്സിഡേഷൻ ഓഫ് കൊളസ്ട്രോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പിന്നെ 17th question. Which of the following is the starting material for the synthesis of vitamin A? ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. വൈറ്റമിൻ എയുടെ സിന്തസിസിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്നത് ഏതാണ്? ബീറ്റ അയോണിൻ ആണ്. ഈ ബീറ്റ അയോണിൻ നമുക്ക് ഏതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ എ മെന്തോൾ, ഓപ്ഷൻ ബി സിട്രാൾ, ഓപ്ഷൻ സി തൈമോൾ ആൻഡ് ഓപ്ഷൻ ഡി യൂജിനോൾ. അപ്പൊ ഇതിൽ ഏതിൽ നിന്നാണ് വരുന്നത്? ഓപ്ഷൻ ബി സിട്രാൾ അല്ലെ. അത് നമ്മൾ സ്ഥിരം പറയുന്നതാണ്. വൈറ്റമിൻ എ സിന്തസിസിന് ബീറ്റ അയോണിൻ ഫ്രം സിട്രാൾ. സിട്രാൾ എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? ലെമൺ ഗ്രാസ് ഓയിൽ അല്ലെ. സോ അപ്പൊ അത്രയാണ്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇനി മെന്തോൾ എവിടെയായിരുന്നു വരുന്നത്? മെന്തോൾ മെയിൻലി വരുന്നത് ഏതിന്റെ കോൺസ്റ്റുവന്റ് ആയിട്ടാ? പെപ്പർമിന്റ് ഓയിലിന്റെ മെയിൻ കോൺസ്റ്റുവന്റ് ആണ് മെന്തോൾ അല്ലെ. പിന്നെ മെന്തോളും തൈമോളും ഒക്കെ നമുക്ക് ക്യാംഫറിലും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ
നമുക്ക് യൂജിനോൾ ആണെങ്കിൽ എവിടെയാണ് വരുന്നത്? ക്ലോവിന്റെ കണ്ടന്റിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് യൂജിനോൾ. ഓക്കെ, ക്ലോവ്, യൂജിനോൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തുളസിയിൽ മെയിൻ കണ്ടന്റ് ആണ് യൂജിനോള്. പിന്നെ റെസിനില്, മെറില് യൂജിനോൾ ഉണ്ട്. ഇതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാം പോയിന്റ്സ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സാന്തീൻ ഡെറിവേറ്റീവ് ഹാസ് ബ്രോങ്കോഡൈലേറ്റർ ആക്ടിവിറ്റി. ഓക്കെ, സോ അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സാന്തീൻ ഡെറിവേറ്റീവ് ഹാസ് എ ബ്രോങ്കോഡൈലേറ്റർ ആക്ടിവിറ്റി. അപ്പോൾ സാന്തീൻ ഡെറിവേറ്റീവ് ഹാവിംഗ് ബ്രോങ്കോഡൈലേറ്റർ ആക്ടിവിറ്റി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തിയോഫിലിൻ, ഓപ്ഷൻ ബി തിയോബ്രോമിൻ, ഓപ്ഷൻ സി കഫീൻ ആൻഡ് ഓപ്ഷൻ ഡി 1 മീഥൈൽ സാന്തീൻ. അപ്പം സാന്തീൻ ഡെറിവേറ്റീവ് ആണ് ബ്രോങ്കോഡൈലേറ്റർ ആക്ടിവിറ്റി ഉള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെല്ലാം നമുക്ക് സാന്തീൻ ഡെറിവേറ്റീവ് ആണ് അല്ലെ, മീഥൈൽ സാന്തീൻസ് ആണ്, നാച്ചുറലി ഒക്കൂർ ചെയ്യുന്ന മീഥൈൽ സാന്തീൻസ് ആണ് കഫീൻ, തിയോഫിലിൻ, തിയോബ്രോമിൻ ഒക്കെ. ഇതില് ബ്രോങ്കോഡൈലേറ്റർ ആക്ടിവിറ്റി കൂടുതൽ ഏതിനാണ്? അത് ഏതിനാ വരിക? ഇറ്റ്സ് ഫൗണ്ട് ടു ബി തിയോഫിലിൻ. ഓക്കെ, ബ്രോങ്കോഡൈലേറ്റർ ആക്ടിവിറ്റി കൂടുതൽ തിയോഫിലിൻ. CNS ആക്ടിവിറ്റി കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ആര് വരിക? കഫീൻ വരിക. ഓക്കെ, സോ അതൊക്കെ ഒന്ന് ഓർക്കുക. CNS ആക്ടിവിറ്റി കൂടുതൽ കഫീൻ, പക്ഷേ ബ്രോങ്കോഡൈലേറ്റർ ആക്ടിവിറ്റി കൂടുതൽ തിയോഫിലിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മേജർ ബ്ലഡ് ഷുഗർ ഇൻ ഇൻസെക്ട്സ്. ഇൻസെക്ട്സിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ഏതെന്നാണ്? ഓപ്ഷൻ എ മാൾട്ടോസ്, ഓപ്ഷൻ ബി സൂക്രോസ്, ഓപ്ഷൻ സി ട്രഹലോസ് ആൻഡ് ഓപ്ഷൻ ഡി റാഫിനോസ്. ഓക്കെ, സോ ഇൻസെക്റ്റിൽ കാണുന്ന മേജർ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ട്രഹലോസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ സി ട്രഹലോസ് മേജർ ബ്ലഡ് ഷുഗർ ഇൻ ഇൻസെക്റ്റ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് സൂക്രോസ് ഒക്കെ ഡൈസാക്രൈഡ് ആണ്. സൂക്രോസ്, മാൾട്ടോസ് ഡൈസാക്രൈഡ് ആണ്. റാഫിനോസ് ട്രൈസാക്രൈഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എക്സാമ്പിൾ ഫോർ ആൻ ആരോമാറ്റിക് അമിനോ ആസിഡസ്. ആരോമാറ്റിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ഏതെന്നാണ്? ഓപ്ഷൻ എ സിസ്റ്റീൻ, ഓപ്ഷൻ ബി വാലിൻ, ഓപ്ഷൻ സി മെത്തിയോണിൻ ആൻഡ് ഓപ്ഷൻ ഡി ട്രിപ്റ്റോഫാൻ. ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അരോമാറ്റിക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അത് 3 എണ്ണത്തിനേ ഉള്ളൂ അല്ലെ ആരോമാറ്റിക് അമിനോ ആസിഡ്സ്. ഏതൊക്കെയായിരുന്നു ആരോമാറ്റിക് അമിനോ ആസിഡ്സ് വരിക? നമുക്ക് PTT എന്ന് ഓർത്താൽ മതി അല്ലെ. എന്തൊക്കെയായിരുന്നു അത്? ഫിനൈൽ അലാനിൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് എസ് സ്റ്റെബിലൈസർ ഇൻ ഡൈഇഥൈൽ ഈഥർ? ഓപ്ഷൻ എ ക്ലോറോക്രിസോൾ, ഓപ്ഷൻ ബി പ്രൊപ്പൈൽ ഗാലേറ്റ്, ഓപ്ഷൻ സി ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സോഡിയം മെറ്റാബൈസൾഫേറ്റ്. സോ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡൈഇഥൈൽ ഈഥറിൽ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് കട്ട് ചെയ്യാം. ക്ലോറോക്രിസോളും ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് എന്താണ്? പ്രിസർവേറ്റീവ്സ് ആണ്. സോ അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ട. പിന്നെ വരുന്നത് പ്രൊപ്പൈൽ ഗാലേറ്റും സോഡിയം മെറ്റാബൈസൾഫേറ്റും ആണ്. അപ്പൊ അതിൽ നമുക്ക് ഡൈഇഥൈൽ ഈഥറിന്റെ സ്റ്റെബിലൈസർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ ഡൈഇഥൈൽ ഈഥർ ഒരു ഓർഗാനിക് സോൾവെന്റ് ആണ് അല്ലെ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി പ്രൊപ്പൈൽ ഗാലേറ്റ്. ഓക്കെ, next question, an example for halogenated hydrocarbon type of general anesthetic drug is? Option A halothane, option B diethyl ether, option C cyclopropane and option D thiopentone sodium. So അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ജനറൽ അനസ്തെറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഹാലോജനേറ്റഡ് ആയിട്ടുള്ള ജനറൽ അനസ്തെറ്റിക് ഡ്രഗ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അത് ഏറ്റവും എളുപ്പമാണ് അല്ലെ. ഹാലോജനേറ്റഡ് ആയിട്ടുള്ള ജനറൽ അനസ്തെറ്റിക് ഡ്രഗ് ആണ് ഏത്? ഹാലോതെയിൻ അല്ലെ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ ഹാലോതെയിൻ. ഹാലോതെയിന്റെ സ്ട്രക്ചർ ഒക്കെ ഓർമ്മയല്ലേ? വളരെ എളുപ്പമുള്ള ഒരു സ്ട്രക്ചർ ആണ് അല്ലെ ഹാലോതെയിൻ. ഹാലോതെയിൻ ആകുമ്പോഴത്തേക്കും എന്തായിരുന്നു? ഹാലോതെയിൻ ആണ്. ദാറ്റ് ഇസ് ഹാലോജനേറ്റഡ് ഈതെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹാലോതെയിൻ. സോ നമുക്ക് എന്താണ് അതിന്റെ സ്ട്രക്ചർ വരിക? ഫ്ലൂറിനും വരും അല്ലെ. ഹാലോജനേറ്റഡ് ആയിട്ട് ഫ്ലൂറിനും വരും, ക്ലോറിൻ വരും, ബ്രോമിൻ വരും. ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ അല്ലെ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാലോതെയിൻ. അപ്പൊ ഹാലോതെയിന്റെ കെമിക്കൽ ഫോർമുല എന്തായിരുന്നു? കെമിക്കൽ നെയിം എന്തായിരുന്നു ഹാലോതെയിന്റെ? 1,1,1 ട്രൈഫ്ലൂറോ 2 ക്ലോറോ 2 ബ്രോമോ ഈതെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹാലോതെയിൻ. ഓക്കെ, സോ അപ്പൊ അതാണ് നമ്മുടെ ഹാലോതെയിൻ. സോ ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി ആൻ എക്സാമ്പിൾ ഫോർ വാട്ട് എ ഹാലോജനേറ്റഡ് ജനറൽ അനസ്തെറ്റിക്. പിന്നെ ഡൈഇഥൈൽ ഈഥർ അറിയാലോ. ഡൈഇഥൈൽ ഈഥർ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് ആണ്. സൈക്ലോപ്രൊപ്പൈൻ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ആണ് അല്ലെ. പക്ഷെ അത് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ തയോപെന്റോൺ സോഡിയത്തിന്റെ കേസ് വരുമ്പോഴത്തേക്കും തയോപെന്റോൺ സോഡിയം എന്തായിരുന്നു? ഒരു ഇൻഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. പെട്ടെന്ന് ആക്ഷൻ തരുന്ന ഡ്രഗ് ആണ് തയോപെന്റോൺ സോഡിയം. IV ആയിട്ട് എടുക്കും. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജനറൽ അനസ്തെറ്റിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് എൻ അമൈഡ് ടൈപ്പ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക്? സോ അപ്പം അമൈഡ് ടൈപ്പ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക് ഡ്രഗ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ അമൈഡ് ടൈപ്പിനെയും എസ്റ്റർ ടൈപ്പിനെയും എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാ നമുക്ക് വരിക? അമൈഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ
പേരിൽ 2 ഐ ഉണ്ടായിരിക്കും അല്ലെ. 2 ഐ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ അനസ്തറ്റിക്സിൽ 2 ഐ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അമൈഡ് ടൈപ്പും. എസ്റ്റർ ടൈപ്പ് ആകുമ്പോഴത്തേക്കും 1 ഐയെ കാണത്തുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ കൊക്കൈൻ. കൊക്കൈൻ എന്താണ്, എസ്റ്റർ ടൈപ്പ് ആണ് അല്ലെ, 1 ഐയെ ഉള്ളൂ. പ്രൊക്കൈൻ ആകുമ്പോഴത്തേക്കും അതും എസ്റ്റർ ടൈപ്പ് ആണ്. ബെൻസോക്കെയിൻ ആകുമ്പോഴത്തേക്കും അതും എസ്റ്റർ ടൈപ്പ് ആണ്. പക്ഷേ ലിഗ്നോക്കെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, 2 ഐ ഉണ്ട് അല്ലെ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി, ലിഗ്നോക്കെയിൻ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുമെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അതാണ് എന്ത്, ലിഗ്നോക്കെയിൻ അല്ലെ. അപ്പൊ അത് എക്സാമ്പിൾസ് ബുപ്പിവാക്കെയിൻ അല്ലെ. ബുപ്പിവാക്കെയിൻ എന്ന് എഴുതിയിരുന്നാലും പി ഐയും CINE ഉണ്ട്. അപ്പൊ 2 ഐ വരുന്നുണ്ട്. ബുപ്പിവാക്കെയിൻ, ദിബുക്കെയിൻ, റോപ്പിവാക്കെയിൻ, ഇതെല്ലാം നമുക്ക് എക്സാമ്പിൾസ് ഓഫ് വാട്ട്, അമൈഡ് ടൈപ്പ് ലോക്കൽ അനസ്തറ്റിക്സ് ആണ്. എസ്റ്റർ ടൈപ്പിന് എക്സാമ്പിൾ ആണ് കൊക്കെയിൻ, പ്രൊക്കെയിൻ, ബെൻസോക്കെയിൻ, ടെട്രാക്കെയിൻ ഒക്കെ നമുക്ക് എന്താണ്, എസ്റ്റർ ടൈപ്പ് ലോക്കൽ അനസ്തറ്റിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 24th ക്വസ്റ്റ്യൻ. ടോക്സിക് എഫക്ട്സ് ഓഫ് ഐസോനിയാസിഡ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ അഡ്മിനിസ്ട്രിംഗ് വിത്ത് ഓപ്ഷൻ എ പിറിഡോക്സിൻ, ഓപ്ഷൻ ബി ഫോളിക് ആസിഡ്, ഓപ്ഷൻ സി നിക്കോട്ടിനിക് ആസിഡ് ആൻഡ് ഓപ്ഷൻ ഡി പാൻറ്റോതേനിക് ആസിഡ്. അപ്പൊ ടോക്സിക് എഫക്ട്സ് ഓഫ് ഐസോനിയാസിഡ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഏതാണ്, ഓപ്ഷൻ എ പിറിഡോക്സിൻ ആണ് അല്ലെ. ഓപ്ഷൻ എ പിറിഡോക്സിൻ. ഐസോനിയാസിഡ് നമുക്കറിയാം ആന്റി ടി ബി ഡ്രഗ് ആണ് ഐസോനിയാസിഡ്. സോ അപ്പോൾ INH എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, പെരിഫറൽ ന്യൂറോപ്പതി. എന്തുകൊണ്ട് ഉണ്ടാവുന്നു, ഐസോനിയാസിഡ് എടുക്കുമ്പോൾ ഐസോനിയാസിഡിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്താണ്, പിറിഡോക്സിന്റെ ലെവല് ഐസോനിയാസിഡ് കുറയ്ക്കും അല്ലെ. അപ്പോൾ പിറിഡോക്സിൻ കുറയുന്നത് മൂലം അതിന്റെ നമുക്ക് എന്താ പറയാ, അതുമൂലം ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ് അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് മെയിൻലി വരുന്നുണ്ട്. ഹെപ്പാറ്റോടോക്സിസിറ്റി ഒക്കെ വരുന്നുണ്ട്. അതല്ലാതെ ന്യൂറൽ ഡിസ്റ്റർബൻസസ്, ന്യൂറോളജിക്കൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കും ഏത്, ഐസോനിയാസിഡ് അല്ലെ. എന്തുകൊണ്ടാണ്, കാരണം പിറിഡോക്സിന്റെ ലെവൽ കുറയ്ക്കുന്നത്. എങ്ങനെയാ അത് കുറയുക, പിറിഡോക്സിൻ നമ്മുടെ ബോഡിയിൽ പിറിഡോക്സിൻ ഫോസ്ഫേറ്റ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കോഎൻസൈംസ് ഒക്കെ ആയിട്ട് യൂസ്ഫുൾ ആണ് പിറിഡോക്സിൻ. ആ പിറിഡോക്സിൻ ഏതാണ്, വൈറ്റമിൻ B6 അല്ലെ. സോ അപ്പോൾ പക്ഷേ ഈ പിറിഡോക്സിനെ ഐസോനിയാസിഡ് എന്ത് ചെയ്യും, ഹൈഡ്രസോൺ ഫോമിലേക്ക് മാറ്റും. ഓക്കെ, ഹൈഡ്രസോൺ ഫോം. ഈ ഹൈഡ്രസോൺ ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സോളബിൾ ഫോം ആണത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ എക്സ്ക്രീറ്റഡ് ആയി പോകും അല്ലെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, പിറിഡോക്സിന്റെ എമൗണ്ട് കുറയും. അപ്പൊ നമുക്ക് യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റിലേക്ക് മാറുന്നതിന് പകരം എക്സ്ക്രീറ്റബിൾ പ്രൊഡക്റ്റിലേക്ക് ആക്കി അതിനെ പെട്ടെന്ന് തന്നെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റഡ് ആയി പോകും. അപ്പൊ അത് കാരണം നമുക്ക് എന്ത് ചെയ്യും, പിറിഡോക്സിൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. ഓക്കെ, സോ അപ്പൊ അതാണ് പിറിഡോക്സിന്റെ എമൗണ്ട് ഐസോനിയാസിഡ് ഒക്കെ എടുക്കുമ്പോൾ കുറയാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു ഐസോനിയാസിഡിന്റെ, അപ്പൊ നമ്മൾ ഡോസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. എത്രയായിരുന്നു ഡോസ് വരുന്നത്, 10 to 100 mg per day ആണ് നമുക്ക് പിറിഡോക്സിന്റെ ഡോസ് വരുന്നത്. ഇപ്പം ഹൈഡ്രലസീൻ ഡ്രഗ്, ഐസോനിയാസിഡ്, സൈക്ലോസെറിൻ, ഈ വക ഡ്രഗ്സ് ഒക്കെ എടുക്കുമ്പോൾ ന്യൂറോളജിക്കൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവുന്നത് കൊണ്ട് പിറിഡോക്സിൻ കൂടെ സപ്ലിമെന്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. അതിന്റെ ഡോസ് 10 to 100 mg per day ആണ്. അപ്പൊ അതിനും വീണ്ടും നമ്മൾ സ്പെസിഫിക്കേഷൻ പഠിച്ചു. എന്തായിരുന്നു അത്, നമ്മളിപ്പോൾ പ്രൊഫൈലാറ്റിക് ആയിട്ട് ഒരു ആന്റി ടി ബി ഡ്രഗ് എടുക്കുന്ന ഒരാൾക്ക് പ്രൊഫൈലാറ്റിക് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഡോസ്, ഒരു 10 mg per day ആണ്. പക്ഷേ ഓൾറെഡി ഡിസീസ് വന്നു അല്ലെങ്കിൽ ഓൾറെഡി സിംറ്റം വന്നു, അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ തെറാപ്യൂട്ടിക് ഡോസ് എത്ര വരെയാണ്, 100 mg per day ആണ്. ഓക്കെ, സോ അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ ഒരു കാര്യവും കൂടി എക്സ്ട്രാ ഓർക്കുക. പെരിഫറൽ ന്യൂറോപ്പതി നമ്മൾ സാധാരണ പറയുന്നത് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ റിലേറ്റഡ് വിത്ത് ഐസോനിയാസിഡിന്റെ ട്രീറ്റ്മെന്റിന് നമുക്ക് എന്താണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ കൊടുക്കുക, പിറിഡോക്സിൻ. ഓക്കെ, സോ അപ്പോൾ പിറിഡോക്സിൻ, INH, പാരാസിനമൈഡ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിൽ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവാം. സോ അപ്പോൾ ആ കണ്ടീഷന് നമുക്ക് എന്താണ് കൊടുക്കുക, പിറിഡോക്സിൻ ആണ് കൊടുക്കുക. അതുപോലെ തന്നെ അക്യൂട്ട് INH ടോക്സിസിറ്റിയുടെ കേസിലും നമുക്ക് എന്താണ് യൂസ് ചെയ്യുന്നത്, പിറിഡോക്സിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ ഫോളിക് ആസിഡ് വൈറ്റമിൻ B9 ആണ്, നിക്കോട്ടിനിക് ആസിഡ് വൈറ്റമിൻ B3 നിയാസിൻ. ഓക്കെ, പിന്നെ പാൻറ്റോതേനിക് ആസിഡ് വൈറ്റമിൻ B5. നെക്സ്റ്റ് വരുന്നത് 25ാമത്തെ ക്വസ്റ്റ്യൻ. ബെൻസോഡൈസെപ്പിൻ ഓവർഡോസേജ് ഈസ് ട്രീറ്റഡ് വിത്ത് ഓപ്ഷൻ എ ഫ്ലൂമാസെനിൽ, ഓപ്ഷൻ ബി ഫ്ലൂഫെനാസിൻ, ഓപ്ഷൻ സി ഫ്ലൂപെൻഡിക്സോൾ ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലൂഡ്രോകോർട്ടിസോൺ. സോ അപ്പോൾ ബെൻസോഡൈസെപ്പിൻ ഓവർഡോസേജിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, ഓപ്ഷൻ എ ഫ്ലൂമാസെനിൽ അല്ലെ. ഓപ്ഷൻ എ ഫ്ലൂമാസെനിൽ ഇസ് ദ ആൻസർ. അപ്പോൾ ഫ്ലൂമാസെനിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് പഠിക്കുന്നത്, ഫ്ലൂമാസെനിൽ ബെൻസോഡൈസെപ്പിന്റെ ആന്റിഡോട്ട് ആണ്. അതേപോലെ തന്നെ ഇസെഡ് ഡ്രഗ്സ് അല്ലെ, സോൾപിഡോക്കെ ലൈക്ക് ഡ്രഗ്സിന് വേണ്ടിയിട്ട് നമുക്ക് നോൺ ബെൻസോഡൈസെപ്പിൻ ഇസെഡ് ഡ്രഗ്സിന് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് ആന്റിഡോട്ട് ആയിട്ട്. പിന്നെ ഫ്ലൂമാസെനിൽ നമ്മൾ എവിടെ പഠിച്ചു, ഫ്ലൂമാസെനിൽ IV ഇഞ്ചക്ഷൻ ആയിട്ടാണ് എടുക്കുക അല്ലെ. അപ്പോൾ ഫ്ലൂമാസെനിലിന്റെ കേസ് വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ്
ടൈപ്പ് ഓർക്കുക. ഫ്ലുമാസനിൽ നമ്മൾ IV ഇഞ്ചക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത് എങ്കിലും ഇറ്റ് ക്യാൻ ബി ഓറലി അബ്സോർബ്ഡ്. ഓക്കെ, സോ അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തരുവാണ്, ഇറ്റ് കനോട്ട് ബി ഓറലി അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോൾസ്. ഓക്കെ, ബിക്കോസ് ഫ്ലുമാസനിൽ ക്യാൻ ബി ഓറലി അബ്സോർബ്ഡ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ് ഓറലി. ഓക്കെ, അതൊന്ന് ഓർക്കുക കേട്ടോ. IV ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ് ക്യാൻ ബി ഓറലി അബ്സോർബ്ഡ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫ്ലുമാസനിലിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഫ്ലുമാസനിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് യൂസ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് ബെൻസോഡയസെപ്പിൻസിന്റെ നമുക്ക് സെഡേഷൻ അല്ലെങ്കിൽ അനസ്തേഷ്യന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്, ബെൻസോഡയസെപ്പിന്റെ ആന്റിഡോട്ട് ആയിട്ട് പോയ്സണിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കൂടിയിട്ടൊന്ന് ഓർക്കുക. ദെൻ നെക്സ്റ്റ് ഫ്ലൂഫെനാസിൻ എന്തായിരുന്നു? ഫ്ലൂഫെനാസിൻ എന്ന് പറയുന്നത് ഒരു ഫിനോതയസിൻ ആണ് അല്ലേ. ദാറ്റ് ഇസ് പൈപ്രാസിൻ സൈഡ് ചെയിൻ ഉള്ള ഫിനോതയസിൻ ആന്റിസൈക്കോട്ടിക് ഡ്രഗ് ആണ് ഫ്ലൂഫെനാസിൻ. ഫ്ലൂപെൻതിക്സോൾ ആകുമ്പോൾ തയോതിക്സിൻ ഡെറിവേറ്റീവ് ആണ് ഏതിന്റെ, ആന്റിസൈക്കോട്ടിക് കാറ്റഗറിയിൽ വരുന്ന തയോതിക്സിൻ ഡെറിവേറ്റീവ് ആണ് ഫ്ലൂപെൻതിക്സോൾ. ഫ്ലൂട്രോകോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു മിനറലോകോർട്ടിക്കോയിഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് അതിന്റെ കേസിലാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഇൻ വിച്ച് കാറ്റഗറി ഓഫ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ് ക്ലോർപ്രമാസിൻ ബിലോങ്സ് ടു? ക്ലോർപ്രമാസിൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ബ്യൂട്രോഫീനോൺ ആണോ, ഫീനോതയസിൻ ആണോ, തയോസാന്തീൻ ആണോ, ഇൻഡോൾ ഡെറിവേറ്റീവ് ആണോ? ഓക്കെ, ക്ലോർപ്രമാസിൻ ഒരു സിമ്പിൾ ഡ്രഗ് ആണ് അല്ലെ. ക്ലോർപ്രമാസിൻ ഏതിലാണ് വരുന്നത്? ക്ലോർപ്രമാസിൻ. So it is found to be what a phenothiazine derivative. Okay, phenothiazine derivative ആണ് ക്ലോർപ്രമാസിൻ എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്താണ് അതിന്റെ സൈഡ് ചെയിൻ വരുന്നത്? ആലിഫാറ്റിക് സൈഡ് ചെയിൻ ഉള്ള ഡ്രഗ് ആണ് അല്ലെ ക്ലോർപ്രമാസിൻ. ഓർമ്മയുണ്ടോ സ്ട്രക്ചർ? നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചൊരു സ്ട്രക്ചർ ആണ് അല്ലെ. ക്ലോർപ്രമാസിന്റെ കേസ് വരുമ്പോൾ എന്താ പറയാ, ക്ലോർപ്രമാസിൻ. അപ്പോൾ ക്ലോർപ്രമാസിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്ലോർപ്രമാസിന്റെ സ്ട്രക്ചർ വരുമ്പോൾ ഫീനോതയസിൻ ഡെറിവേറ്റീവ് ആണ്. സോ അപ്പോൾ നമുക്ക് ആദ്യം ഫീനോതയസിൻ വരയ്ക്കാം. അപ്പോ ഫീനോതയസിൻ ഇട്ടിട്ട് അടുത്തത് നമ്മൾ എന്താ ചെയ്യാ? ക്ലോർപ്രമാസിനില് ഫിനോതയസിൻ കൊടുത്തു. അടുത്തത് എന്താണ്? ക്ലോർ അല്ലെ. ക്ലോറിന്റെ കേസ് വരുമ്പോഴത്തേക്കും സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ അല്ലെ, സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ. പിന്നെ നമുക്ക് അടുത്തത് പ്രൊമാസീൻ ആണ്. സോ അപ്പോൾ പ്രൊമാസീൻ വരുന്നത് എത്രാമത്തെ പൊസിഷനിലാണ്? 10ാമത്തെ പൊസിഷനിൽ ആണ് വരിക. അതിൽ ഏതൊക്കെയാ വരിക? പ്രോ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പൈൽ ഗ്രൂപ്പ്. സോ 10ാമത്തെ പൊസിഷൻ നൈട്രജൻ ആണ് ഇവിടെ ഫിനോതയസിനിൽ വരിക. സോ 10ാമത്തെ പൊസിഷനിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഏതാ പറയാ? MA ഉണ്ട് അല്ലെ. MA എന്ന് നമുക്ക് എന്തായിട്ടാ ഓർക്കാൻ പറഞ്ഞത്? മീത്തൈലും അമിനോയും. അപ്പോ നമുക്ക് അമിനോ NHCH3CH3 അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? സ്ട്രക്ചർ കിട്ടി. ഇത്രയേ ഉള്ളൂ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലോർപ്രമാസിന്റെ സ്ട്രക്ചർ എടുക്കാം. സോ അപ്പോൾ ഫിനോതയസിൻ വരയ്ക്കുക, സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ കൊടുക്കുക, 10th പൊസിഷനിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ് കൊടുക്കുക, അമിനോ ഗ്രൂപ്പ് കൊടുക്കുക, മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് സ്ട്രക്ചർ ഓഫ് ക്ലോർപ്രമാസിൻ കിട്ടി. പേരും എളുപ്പമാണ് അല്ലെ. 2-chloro-10 എന്താണ്? ഡൈമീഥൈൽ അമിനോ പ്രൊപ്പൈൽ എന്താണ്? ഫീനോതയസിൻ. സോ ദിസ് ഇസ് വാട്ട് ഇസ് ക്ലോർപ്രമാസിൻ. വളരെ എളുപ്പമുള്ള ഒരു സ്ട്രക്ചർ ആണ് ക്ലോർപ്രമാസിൻ അല്ലെ. അപ്പൊ അതാണ് നമുക്ക് ആലിഫാറ്റിക് ആയിട്ടുള്ള സൈഡ് ചെയിൻ ഉള്ള ഫീനോതയസിൻ ഡ്രഗ് ആണ് ക്ലോർപ്രമാസിൻ. ആന്റിസൈക്കോട്ടിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രഗ് യൂസ്ഡ് ടു ട്രീറ്റ് ഫൈലേറിയാസിസ്. ഫൈലേറിയാസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ ആൽബൻഡസോൾ, ഓപ്ഷൻ ബി മെബൻഡസോൾ, ഓപ്ഷൻ സി തയബൻഡസോൾ ആൻഡ് ഓപ്ഷൻ ഡി DEC. സോ ഡൈഇഥൈൽ കാർബമസിൻ സിട്രേറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? മൈക്രോ ഫൈലേറിയനെ കിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈലേറിയാസിന്റെ ഡ്രഗ് ഏതാണ്? DEC അഥവാ ഡൈഇഥൈൽ കാർബമസിൻ സിട്രേറ്റ് ആണ് ഫൈലേറിയാസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം മന്ദരോഗം. അപ്പൊ മന്ദരോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡ്രഗ് ഏതാണ്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത് DEC ആണ് അല്ലെ. അപ്പൊ അവിടെ ഒരു പോയിന്റും കൂടിയിട്ട് ഓർക്കുക. എന്താണ് ആ പോയിന്റ്? 7 ദിവസം എടുക്കും. അതായത് നമുക്കറിയാം മന്ദരോഗം എന്ന് പറയുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞാൽ എന്താ, ആ ഏരിയ സ്പ്രെഡ് ചെയ്യും അല്ലെ, മോസ്കിറ്റോ വഴി സ്പ്രെഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരാൾക്ക്, ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ സ്പ്രെഡിങ് ഇല്ലാതിരിക്കാൻ, അതായത് നിമറ്റോഡ്സ് ആ പേഷ്യന്റിന്റെ ബ്ലഡിൽ നിന്ന് കംപ്ലീറ്റ്ലി ക്യൂർ ആവാനായിട്ട് എത്ര ദിവസം എടുക്കും? 7 days എടുക്കും. ഓക്കെ, സോ അപ്പോൾ 7 days കൊണ്ടിട്ടാണ് നമുക്ക് കംപ്ലീറ്റ്ലി ആ നിമറ്റോഡ്സിനെ ബ്ലഡിൽ നിന്നിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കാം. ഇനി ഇതിന്റെ ഡോസ് പറയുമ്പോഴത്തേക്കും എങ്ങനെയാ വരിക? 2 mg/kg ആണ് നമുക്ക് ഡോസ് വരിക. 2 mg/kg TDS ആണ് ഡോസ് വരിക കേട്ടോ.
അത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇത് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്കും 2 mg/kg TDS ഉം പിന്നെ നമുക്ക് അറിയാം വർഷാവർഷം നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും മന്ദരോഗ നിവാരണ പ്രോഗ്രാമായിട്ട് ഡ്രഗ്സ് മെഡിസിനുമായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് അവിടെ കോമ്പിനേഷൻ ഏതൊക്കെയാ വരിക? DEC പ്ലസ് ആൽബൻഡസോൾ കോമ്പിനേഷനാണ് വരിക. അതിന്റെ ഡോസിൽ DEC വരുന്നത് എത്രയാണ്? 6 mg/kg ആണ്. ഓക്കെ, സോ അപ്പോ DECയുടെ ഡോസ് എങ്ങനെയാ വരിക? 6 mg/kg ആണ് വരിക. പ്ലസ് വാട്ടർ 400 mg ആൽബൻഡസോൾ. ഓക്കെ, സോ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു മാസ് പ്രോഗ്രാമിൽ വരുന്ന ഡോസ് എന്ന് പറയുന്നത്. ദാറ്റ് 6 mg/kg DEC പ്ലസ് വാട്ടർ 400 mg ആൽബൻഡസോൾ ആണ് നമ്മുടെ മാസ് പ്രോഗ്രാമിൽ നമുക്ക് ഇയർലി വരുന്ന ആ ഒരു ഡോസ് എന്ന് പറയുന്നത്. അതാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 mg/kg TDS ആണ് വരുന്നത്. ഏതാണ്? DECയുടെ കേസ്. എത്ര ദിവസം കൊണ്ട് ഒരാളിനെ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ബ്ലഡിൽ നിന്നിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുക? സോ അപ്പോൾ ഇത് 7 days എടുക്കും. സോ ദാറ്റ് മോസ്കിറ്റോ പിന്നെ ബൈറ്റ് ചെയ്തിരുന്നാലും അത് സ്പ്രെഡ് ആവില്ല. അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ പേഴ്സണും പിന്നെ ബൈറ്റ് ചെയ്തിരുന്നാലും സ്പ്രെഡ് ആവില്ല. സോ അപ്പോൾ അതുകൊണ്ട് അത് റിമൂവ്ഡ് ആയിട്ടുണ്ടാവും കംപ്ലീറ്റ്ലി. സോ അപ്പോൾ 7 days ആണ്. അതും കൂടിയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. സോ അപ്പോ അതിന്റെ കേസാണ് DEC. നെക്സ്റ്റ് വരുന്നത് an alkaloidal drug used as anticholinesterase agent. Alkaloidal drug used as anticholinesterase agent. Okay, so അപ്പോൾ ഇവിടെ ഈ രണ്ട് വാക്കും നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഓർക്കുക. ആൽക്കലോയിഡൽ ഡ്രഗ് ആണ്. അപ്പോൾ അതിൽ ഏതാ വരിക? ഓപ്ഷൻ എ പെരിഡോസ്റ്റിക്മിൻ, ഓപ്ഷൻ ബി നിയോസ്റ്റിക്മിൻ, ഓപ്ഷൻ സി ഫൈസോസ്റ്റിക്മിൻ ആൻഡ് ഓപ്ഷൻ ഡി എഡ്രോഫോണിയ. ആൻസർ ഏതാ വരിക? ഫൈസോസ്റ്റിക്മിൻ അല്ലെ, ഒരു ഇൻഡോൾ ആൽക്കലോയിഡ് ആണ്. ഇനി നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ ഇസ് യൂസ്ഡ് ടു ട്രീറ്റ് ബെറിബെറി. ബെറിബെറിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് വൈറ്റമിൻ ആണ്? ബെറിബെറി ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പെറിഡോക്സിൻ, റൈബോഫ്ലാവിൻ, നിക്കോട്ടിനിക് ആസിഡ്, തൈമിൻ. സോ അപ്പം കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ് അല്ലെ. ബെറിബെറി എന്ന് പറയുന്നത് എന്തിന്റെ ഡെഫിഷ്യൻസി ആണ് വരുന്നത്? തൈമിൻ. ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് വൈറ്റമിൻ B1, തൈമിൻ. ഓക്കെ, സോ അപ്പോൾ വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B1. സോ അപ്പോൾ ദാറ്റ് ഇസ് ഫോണ്ട് ടു ബി വാട്ടർ തൈമിൻ ആണ്. നമുക്ക് അതിന്റെ മറ്റൊരു പേരും കൂടിയിട്ടൊന്ന് ഓർക്കണേ. അന്യൂറിൻ എന്ന് പറയുന്നത് തൈമിന്റെ മറ്റൊരു പേരാണ് അന്യൂറിൻ. ഓക്കെ, അന്യൂറിൻ. Then next pyridoxine vitamin B6 ആണ്, riboflavin vitamin B2 ആണ്, നിക്കോട്ടിനിക് ആസിഡ് vitamin B3 ആണ്. An example of 8-aminoquinoline derivative used as anti-malarial drug. Anti-malarial drug ആയിട്ട് യൂസ് ചെയ്യുന്ന 8-aminoquinoline derivative ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്ലോറോക്വിൻ, ഓപ്ഷൻ ബി പ്രൊമാക്വിൻ, ഓപ്ഷൻ സി പ്രൊഗ്വാനിൽ ആൻഡ് ഓപ്ഷൻ ഡി അമോഡയാക്വിൻ. സോ 8-aminoquinoline ആണ് അല്ലെ. 8-aminoquinoline ഏതാ വരിക? ഇറ്റ് ഈസ് പ്രൊമാക്വിൻ. ഇനി ക്ലോറോക്വിനും അമോഡയാക്വിനും 4-aminoquinoline ആണ്. പ്രൊഗ്വാനിൽ ബൈഗ്വാനേറ്റ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിക്കുന്ന കേസാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്കിനി അടുത്തത് അനാലിസിസിന്റെ സെക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ അനാലിസിസിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും 31st ക്വസ്റ്റ്യൻ, ആക്ടിവേഷൻ ഓഫ് എ TLC പ്ലേറ്റ് ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ഡാഷ് ഇസ് ഡൺ. സോ ഓപ്ഷൻ എ dipping in developing solvent, ഓപ്ഷൻ ബി increasing the chirality, ഓപ്ഷൻ സി heating at high temperature and ഓപ്ഷൻ ഡി adding fluorescent dye. ആക്ടിവേഷൻ ഓഫ് TLC പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യുക? ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ അല്ലേ. നമ്മൾ TLC പ്ലേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഒന്ന് സ്ലറി ഒഴിച്ച് പ്ലേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അതിനെ ഡ്രൈ ചെയ്യും, എയർ ഡ്രൈ ചെയ്യും. എയർ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഹോട്ട് എയർ ഓവനിൽ വെക്കും അല്ലെ. ഒരു 30 minutes 100 to 120 degree Celsius വെക്കും. ദാറ്റ് സ്റ്റെപ്പ് ഇസ് കോൾഡ് ആസ് വാട്ട്? ആക്ടിവേഷൻ ഓഫ് TLC പ്ലേറ്റ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് അല്ലെ പ്ലേറ്റിന്റെ. സോ അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഓപ്ഷൻ സി ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. In 32, dash are used in qualitative analysis to find out whether the compounds belongs to homologous series. Okay, so അപ്പോൾ homologous seriesന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ആ കോമ്പൗണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഏത്? ഓപ്ഷൻ എ RX വാല്യൂ, ഓപ്ഷൻ ബി RM വാല്യൂ, ഓപ്ഷൻ സി RT വാല്യൂ ആൻഡ് ഓപ്ഷൻ ഡി RA വാല്യൂ. സോ അപ്പോൾ നമുക്ക് ഹോമലോഗസ് സീരീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമുക്കറിയാം ഹോമലോഗസ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? whether the compounds are in homologous series or not ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വാല്യൂ ആണ് RM വാല്യൂ അല്ലേ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി RM വാല്യൂ. പിന്നെ നമുക്ക് വരുന്ന RXും RTയും RFും. RF വാല്യൂ റിട്ടൻഷൻ RF വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും RF വാല്യൂ എന്തായിരുന്നു? നമുക്ക് ratio of water distance traveled by the solute to the distance traveled by the solvent front ആണ് RF വാല്യൂ. ഇനി RX വാല്യൂ എന്തായിരുന്നു? ratio of distance traveled by the sample to that of the standard ആണ് അല്ലെ. പിന്നെ RT വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? റിട്ടൻഷൻ വാല്യൂ എന്ന് പറയുന്നത്. സോ അപ്പോൾ റിട്ടൻഷൻ വാല്യൂ അല്ലെങ്കിൽ റിട്ടൻഷൻ ടൈം എത്രയാണ് വരുന്നത്?
അതായത് എത്ര നേരം എടുക്കുന്നു ആ ക്രോമറ്റോഗ്രാമിലൂടെയിട്ട് നമ്മുടെ ക്രോമറ്റോഗ്രാഫി കോളത്തിൽ കൂടിയിട്ട് സൊല്യൂട്ടിനെ പാസ് ചെയ്യാൻ വേണ്ടി ടൈം എത്രയാണോ അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത് RT വാല്യൂ. ഓക്കെ, സോ അപ്പോൾ റിട്ടൻഷൻ ടൈം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the time taken by the solute to pass through the chromatographic column. Okay, so that is what is called as retention time value, RT value. Okay, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? RM വാല്യൂ. ഇനി നെക്സ്റ്റ് വരുന്നത് ദ വിഷ്വലൈസിംഗ് റിയേജന്റ് ഫോർ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്. ഓക്കെ, സോ അപ്പോൾ കാർഡിയാക് ഗ്ലൈക്കോസൈഡിന്റെ വിഷ്വലൈസിംഗ് റിയേജന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. Ferrichlorate, option B 2,4-dinitrophenyl hydrazine, option C ninhydrin, option D 3,5-dinitrobenzoic acid. സോ അപ്പോൾ വിഷ്വലൈസിങ് റിയേജന്റ് ഫോർ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്. കാർഡിയാക് ഗ്ലൈക്കോസൈഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫെറിക്ലോറൈഡ് ആണോ, 2,4-dinitrophenyl hydrazine ആണോ, നിൻഹൈഡ്രിൻ ആണോ, 3,5-dinitrobenzoic acid ആണോ? അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. 3,5-dinitrobenzoic acid, അതിന്റെ മറ്റൊരു പേരെന്താണ്? കെഡീസ് റിയേജന്റ്. ഓക്കെ, സോ അപ്പോൾ കെഡീസ് റിയേജന്റ് അല്ലെങ്കിൽ 3,5-dinitrobenzoic acid ആണ് ഏതിന് വേണ്ടിയിട്ട് വരുന്നത്? കാർഡിയാക് ഗ്ലൈക്കോസൈഡിന്. ഫെറിക്ലോറൈഡ് ഏതിന് വേണ്ടിയിട്ടായിരുന്നു? ഫെറിക്ലോറൈഡ് ടാനിൻസും ഫീനോളിക് കോമ്പൗണ്ട്സിനും ആണ് നമുക്ക് ഏത് വരുന്നത്? ഫെറിക്ലോറൈഡ് വരുന്നത്. ഓക്കെ, സോ ടാനിൻസും ഫീനോളിക് കോമ്പൗണ്ട്സിന്റെയും ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫെറിക്ലോറൈഡ്. പിന്നെ 2,4-dinitrophenyl hydrazine എന്ന് പറയുന്നത് ഏതിന് വേണ്ടിയിട്ടാണ്? കാർബോണിൽ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ആൽഡിഹൈഡ് കീറ്റോൺസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് സഹായിക്കുക? 2,4-dinitrophenyl hydrazine. ഇനി ഓപ്ഷൻ സി നിൻഹൈഡ്രിൻ എന്ന് പറയുന്നത് ഏതിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്? അമിനോ ആസിഡിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നിൻഹൈഡ്രിൻ. ഓക്കെ, സോ അപ്പോൾ അമിനോ ആസിഡിന്റെ ഡിറ്റക്ഷൻ. സോ ദിസ് ഇസ് ദ these are the options. Okay, so അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? വിഷ്വലൈസിംഗ് റിയേജന്റ് ഫോർ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ വി ഹാവ് ദ ആൻസർ, ഇറ്റ് ഈസ് റിയേജന്റ് ഓർ 3,5-dinitrobenzoic acid. ഓക്കെ, പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഫെറിക്ലോറൈഡ് ടാനിൻസിന്റെയും ഫീനോളിക് കോമ്പൗണ്ട്സിന്റെയും ഡിറ്റക്ഷന് സഹായിക്കും. 2,4-dinitrophenyl hydrazine ഏതിന് സഹായിക്കും? നമ്മുടെ ആൽഡിഹൈഡ്സ് കീറ്റോൺസിന് സഹായിക്കും. ഫെറിക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ നിൻഹൈഡ്രിൻ ആണെന്നുണ്ടെങ്കിൽ അമിനോ ആസിഡിന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The non-polar stationary phase used in gas liquid chromatography is option A polydimethyl siloxane, option B polyethylene glycol, option C polypropylene glycol and option D polyvinyl pyrrolidine. So ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേഷനറി ഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, നോൺ പോളാർ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോൺ പോളാർ സ്റ്റേഷനറി ഫേസ് യൂസ്ഡ് ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോൺ പോളാർ ഏതാ വരുന്നത്? പോളിഡൈമീഥൈൽ സിലോക്സൈൻ അല്ലെ. ഓപ്ഷൻ എ പോളിഡൈമീഥൈൽ സിലോക്സൈൻ. ഇവിടെ ഓപ്ഷൻ ബിയും സിയും ഗ്ലൈക്കോൾസ് ആണ്. ഗ്ലൈക്കോൾസ് എന്താണ്? പോളാർ സ്റ്റേഷനറി ഫേസ് ആണ് അല്ലെ. സോ അപ്പോൾ ഗ്ലൈക്കോൾസ് വരുന്നത് പോളാർ സ്റ്റേഷനറി ഫേസ് ആണ്. ഇത് ഡൈമീഥൈൽ സിലോക്സൈൻ. സോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി നോൺ പോളാർ സ്റ്റേഷനറി ഫേസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡാഷ് ഇസ് എ ഹൈപ്പോത്തറ്റിക്കൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കോളം ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി. ഓപ്ഷൻ എ സ്റ്റേഷനറി ഫേസ്, ഓപ്ഷൻ ബി തിയററ്റിക്കൽ പ്ലേറ്റ്, ഓപ്ഷൻ സി മൊബൈൽ ഫേസ് ആൻഡ് ഓപ്ഷൻ ഡി ആക്ടിവേറ്റഡ് പ്ലേറ്റ്. സോ അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് നോട്ട് റിയൽ അല്ലെ. നമുക്കറിയാം പഠിക്കുമ്പോൾ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ആക്ടിവേറ്റഡ് പ്ലേറ്റും ഒക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. പക്ഷെ നമുക്ക് തിയററ്റിക്കൽ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ഒരേ ഒരു ഓപ്ഷനാണ് ഇതിനുള്ളത്. എന്താണത്? തിയററ്റിക്കൽ പ്ലേറ്റ് അല്ലെ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി തിയററ്റിക്കൽ പ്ലേറ്റ്. Next question, 36th question, the fingerprint region of IR spectroscopy. Okay, next question, the fingerprint region of IR spectroscopy is option A 100 to 150 per centimeter, option B 4,000 to 1,600 per centimeter, option C 1,500 to 400 per centimeter and option D 6,000 to 4,000 per centimeter. സോ അപ്പോൾ ഇതും നമുക്ക് കോമൺലി കാണുന്നതാണ് അല്ലെ. ഫിംഗർ പ്രിന്റ് റീജിയൻ ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് റീജിയൻ എത്രയാണ് വരുന്നത്? ഒരു 1,500, 1,400 ആ ഒരു റേഞ്ചിന് മുകളിൽ വരുന്നതാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് റീജിയൻ. അത് സ്പെസിഫിക്കലി ഫോർ ഈച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെ, ഏത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെന്നുള്ളത്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ സി 1,500 per centimeter to 400 per centimeter. Okay, next question. 37 dash is the father of quality circles, a voluntary group of employees who work on similar tasks. Option A Joseph M. Juran, option B Philip Crosby, option C Edward Deming and option D Taro Ishikawa.
സോ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഫാദർ ഓഫ് ക്വാളിറ്റി സർക്കിൾസ്. ഓക്കെ, ഫാദർ ഓഫ് ക്വാളിറ്റി സർക്കിൾസ് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് വർക്ക് ചെയ്യുന്നവരെ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മുടെ TQM അഥവാ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സോ അപ്പോ അവിടെ നമ്മൾ എത്ര ഗുരുസിനെ പഠിക്കുന്നുണ്ട്? 7 ക്വാളിറ്റി ഗുരുസിനെ പഠിക്കുന്നുണ്ട് അല്ലെ. ആരൊക്കെയായിരുന്നു അത്? വോൾട്ടർ, പിന്നെ ആരാണ്? ഡെമിങ്, പിന്നെ ആരാണ്? വോൾട്ടർ, ഡെമിങ്, ജുറാൻ, ദാറ്റ് ഈസ് ജോസഫ് എൻ ജുറാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടഗൂച്ചി, ആർമണ്ട്, പിന്നെ ക്രോസ്ബി ആൻഡ് വാട്ട്? ഇഷിക്കാവ. സോ അപ്പോ ഇങ്ങനെ നമുക്ക് 7 ക്വാളിറ്റി ഗുരുസ് ഉണ്ടല്ലേ. വോൾട്ടർ, ഡെമിങ്, ജുറാൻ, പിന്നെ ആർമണ്ട്, ക്രോസ്ബി, ടഗൂച്ചി ആസ് വെൽ ആസ് വാട്ട്? ഇഷിക്കാവ. സോ അപ്പൊ ഇത്രയും ക്വാളിറ്റി ഗുരുസ് ഉണ്ട്. അപ്പൊ അതായത് ക്വാളിറ്റി മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിഫറെന്റ് കാര്യങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരാണ്. സോ അപ്പൊ അതില് നമുക്ക് വരുന്നതാണ് ഇത് ക്വസ്റ്റ്യൻ എന്താണ്? ക്വാളിറ്റി സർക്കിളായിട്ട് റിലേറ്റ് ചെയ്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ D, that is ഇഷിക്കാവ. ഓക്കെ, ക്വാളിറ്റി സർക്കിളിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ഇഷിക്കാവ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരിൽ അറിയപ്പെടും ഫാദർ ഓഫ് വാട്ട്? ജാപ്പനീസ് ക്വാളിറ്റി. ഓക്കെ, സോ ഫാദർ ഓഫ് ജാപ്പനീസ് ക്വാളിറ്റി എന്നറിയപ്പെടുന്നതും ആരാണ്? ഇഷിക്കാവയാണ് ഫാദർ ഓഫ് ജാപ്പനീസ് ക്വാളിറ്റി എന്നറിയപ്പെടുന്നത്. 7 ക്വാളിറ്റി ടൂൾസിന്റെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ ഫിഷ് ആൻഡ് ബോൺ ഡയഗ്രാം, ഇഷിക്കാവ ഡയഗ്രാം എന്നൊക്കെ അറിയപ്പെടും. ഫിഷ് ആൻഡ് ബോൺ ഡയഗ്രാം, കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം എന്നൊക്കെ പറയുന്നതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ആരാണ്? ഇഷിക്കാവയാണ്. പിന്നെ ഡെമിങ് എന്തായിരുന്നു? ഡെമിങ് എന്തായിരുന്നു? ഫാദർ ഓഫ് ഡെമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഡെമിങ് ആരായിരുന്നു? ഫാദർ ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ഫാദർ ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഡെമിങ് ആണ്. ഓക്കെ, സോ അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർക്കാം. ഫാദർ ഓഫ് ജാപ്പനീസ് ക്വാളിറ്റി ഇഷിക്കാവ, ഫാദർ ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഡെമിങ്. പിന്നെ അതേപോലെ തന്നെ ഈ ക്വാളിറ്റി സർക്കിൾസ്, അതായത് സെയിം ടാസ്ക് ചെയ്യുന്ന ആൾക്കാരെ സെയിം ഒരു ഗ്രൂപ്പ് ആക്കുക എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ വിളിച്ചിട്ടുള്ളത് കൊണ്ടുവന്നത് ആരാണ്? ഇഷിക്കാവയാണ്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഹാർമണൈസേഷൻ, ദാറ്റ് ഇസ് ICH ഗൈഡ്ലൈൻസിനെ പറ്റിയിട്ടാണ്. Q1B എന്തായിട്ട് റിലേറ്റഡ് ആണ്? Q1B. അപ്പൊ ICH ഗൈഡ്ലൈൻസുമായിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സ്ഥിരം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട് അല്ലെ. സോ അപ്പോൾ Q1B ഗൈഡ്ലൈൻസ് ഇതിൽ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഓപ്ഷൻ എ ഫാർമക്കോപ്പിയൽ ഹാർമണൈസേഷൻ, ഓപ്ഷൻ ബി ഫോട്ടോ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ്, ഓപ്ഷൻ സി ഇവാലുവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഡേറ്റ ആൻഡ് ഓപ്ഷൻ ഡി ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ്. അപ്പോൾ നമുക്ക് ICH ഗൈഡ്ലൈൻസ് കാണാതെ തന്നെ പഠിച്ചു വെച്ചാലേ അത് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ICH ഗൈഡ്ലൈൻസ് നമുക്ക് 14 ജനറൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് Q1 കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. Q1A to F വരെയുണ്ട്. അതിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. അപ്പൊ അതിൽ നമുക്കിപ്പോ ഫസ്റ്റ് Q1 നോക്കാം. അപ്പം Q1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ICH ഗൈഡ്ലൈൻസിൽ നമുക്ക് Q1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ICH ഗൈഡ്ലൈൻസിൽ Q1 സ്റ്റെബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലെ. സ്റ്റെബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് Q1. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് Q1 റിലേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർക്കാം. അതിൽ തന്നെ Q1 തന്നെ A മുതൽ F വരെ ഉണ്ട്. ഓക്കെ, A മുതൽ F വരെ ഉണ്ട്. അപ്പൊ Q1A എന്ന് പറയുന്നത് എന്താണ്? Q1A സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡ്രഗ്സ് ആൻഡ് പ്രോഡക്ട്സ് ആണ് Q1A. ഓക്കെ, സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡ്രഗ്സ് ആൻഡ് products. Okay, stability testing of new drugs and products ആണ് Q1A. ഇനി Q1B എന്തായിരിക്കും? Photo stability testing of new drugs and products. Okay, photo stability testing ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് Q1B വരിക. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ ഇവിടെ Q1B photo stability testing of new drugs and products. Okay, ഇനി നെക്സ്റ്റ് വരുന്നത് Q1C ആണ്. Q1C എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡോസേജ് ഫോംസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡ്രഗ് പ്രോഡക്ട്സിന്റെ കേസ് ആണ് വരുന്നത്. ന്യൂ ഡ്രഗ്സ് ആൻഡ് ഡ്രഗ് പ്രോഡക്ട്സ്. ഇത് ന്യൂ ഡോസേജ് ഫോംസ് ആകുമ്പോഴത്തേക്കും വരുന്നതാണ് Q1. ഡോസേജ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് Q1C. ഇനി Q1D എന്താണ്? നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞു? Q1A എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡ്രഗ്സ് ആൻഡ് ഡ്രഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഇതില്
ഡ്രഗ് സബ്സ്റ്റൻസസിന്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് അതിന്റെ ബ്രാക്കറ്റിംഗ് ആൻഡ് മെട്രിക്സിംഗ് ഡിസൈൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഇത് Q1D. ഓക്കെ, സോ അപ്പോ Q1D എന്ന് പറയുന്നത് ബ്രാക്കറ്റിംഗ് ആൻഡ് മെട്രിക്സിംഗ് ഡിസൈൻസ് ഫോർ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡ്രഗ് സബ്സ്റ്റൻസസ്. ഓക്കെ, ഇനി Q1E ഉണ്ട്. Q1E എന്താണ്? ഇവാലുവേഷൻ ആണ്. ഓക്കെ, സ്റ്റെബിലിറ്റി ഡേറ്റയുടെ ഇവാലുവേഷൻ ആണ്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഡേറ്റ ആണ് Q1E എന്ന് പറയുന്നത്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഡേറ്റ. ഇനി Q1F എന്തായിരിക്കും? Q1F എന്ന് പറയുന്നത് ഒരു പാക്കേജ് ആണ്. ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി ഡേറ്റ പാക്കേജ് for what registration applications in climatic zones 3 and 4. Okay, stability data package for registration applications in പിന്നെ ക്ലൈമറ്റിക് സോൺസ് 3 and 4. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തെന്ന് വരുന്നത് Q1 വരുന്നത്. അതായത് ഗൈഡ് ലൈൻസിൽ Q1 വരുന്നത് ഇത്രയാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക, കാരണം നമുക്ക് ICH ഗൈഡ് ലൈൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അപ്പൊ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഫസ്റ്റ് Q1 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യം നോക്കുക. അപ്പൊ സ്റ്റെബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ Q1A to Q1F ഉണ്ട്. അതിൽ Q1A എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡ്രഗ് സബ്സ്റ്റൻസസ് ആണെങ്കിൽ Q1A. Q1B ആവുമ്പോൾ എന്തായി? ഫോട്ടോ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡ്രഗ് സബ്സ്റ്റൻസസ് ആയി. Q1C ആവുമ്പോൾ എന്തായി? സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡോസേജ് ഫോംസ് ആയി. ഓക്കെ, ഇനി അടുത്തത് Q1D. Q1D ആവുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ ഡ്രഗ് സബ്സ്റ്റൻസസ് അല്ലാതെ ബ്രാക്കറ്റിംഗ് ആൻഡ് മെട്രിക്സിംഗ് ഡിസൈൻസ് ഓഫ് പിന്നെ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ന്യൂ സബ്സ്റ്റൻസസ് വരുന്നത് Q1D. ഇനി Q1E എന്തായിരിക്കും? ഇതിന്റെ ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഡേറ്റ വരുന്നത് Q1E. ഇനി Q1F എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ഡേറ്റ പാക്കേജ് ഫോർ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻസ് ഇൻ ക്ലൈമറ്റിക് സോൺസ് 3 and 4. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ പഠിക്കാൻ? ഓക്കെ, സോ അപ്പോൾ Q1A മുതൽ Q1F വരെ ഉള്ളതായി അല്ലെ. ഇനി നമുക്ക് ജനറൽ ആയിട്ട് ബാക്കിയുള്ള ക്വാളിറ്റി ഗൈഡ് ലൈൻസും കൂടിയിട്ട് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോ ഇവാലുവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഡേറ്റ അപ്പൊ ഏതായിരുന്നു? Q1E അല്ലെ, Q1E. അപ്പൊ ഇനി ബാക്കി രണ്ടെണ്ണം ഇവിടെ കിടപ്പില്ലേ, അതും കൂടിയിട്ട് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം. അതായത് നമുക്ക് ക്വാളിറ്റി ഗൈഡ് ലൈൻസിന്റെ കേസ് വരുമ്പോൾ Q1 എന്ന് പറയുന്നത് നമുക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? സ്റ്റെബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ഇനി Q2 എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? സ്റ്റെബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ് Q1. Q2 വാലിഡേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അനലിറ്റിക്കൽ വാലിഡേഷൻ. ഓക്കെ, അനലിറ്റിക്കൽ വാലിഡേഷൻ. ഇനി Q3 എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? Q3 ഇംപ്യൂരിറ്റീസുമായിട്ട് റിലേറ്റഡ് ആണ് Q3. ഓക്കെ, Q3 ഇംപ്യൂരിറ്റീസ്. Q4 എന്തായിരിക്കും? Q4 ഫാർമക്കോപ്പിയ ആയിട്ട് റിലേറ്റഡ് ആണ് Q4. ഓക്കെ, ഫാർമക്കോപ്പിയ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ഓപ്ഷനിൽ കണ്ടില്ലേ ഫാർമക്കോപ്പിയൽ ഹാർമണൈസേഷൻ. അപ്പൊ ഇത് എവിടെ ആയിരിക്കും വരുന്നത്? Q4ലാണ്. അതിൽ തന്നെ ഇതിലെല്ലാത്തിലും വീണ്ടും സബ് പാർട്സ് ഉണ്ട്. സോ അപ്പൊ Q4A എന്ന് പറയുന്നതാണ് എന്ത്? ഫാർമക്കോപ്പിയൽ ഹാർമണൈസേഷൻ. ഓക്കെ, Q4A. ഇപ്പൊ Q4 എന്തായിരുന്നു? ഫാർമക്കോപ്പിയ. Q4A എന്ന് പറയുന്നത് എന്താണ്? ഫാർമക്കോപ്പിയൽ ഹാർമണൈസേഷൻ. ഓക്കെ, കിട്ടിയില്ലേ? ഇനി അടുത്തത് Q5. Q5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്വാളിറ്റി ഓഫ് ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, ക്വാളിറ്റി ഓഫ് ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ് ആണ് Q5. ഇനി അടുത്ത Q6. ഓക്കെ, Q6 ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ് ആണ് Q5. Q6 എന്താ? സ്പെസിഫിക്കേഷൻസ് ആണ് Q6. ഓക്കെ, സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, സ്പെസിഫിക്കേഷൻസ് ആണ് Q6. Q7 എന്താ? Q7 നമ്മുടെ GMP ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസുമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞിരിക്കുന്നത് ഏതിലാണ്? Q7. ഇനി അടുത്തത് വരുന്നത് Q8. Q8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്മെന്റുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്മെന്റ് ആണ് Q8. ഇനി Q9 എന്താണ്? Q9 ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, Q9 ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ്. ഇനി Q10 എന്താ? Q10 ടോട്ടൽ ക്വാളിറ്റി സിസ്റ്റം ആണ് Q10. ഓക്കെ, സോ അപ്പോ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്മെന്റ് നമ്മളിവിടെ പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി സിസ്റ്റം ആണ് ഏത് വരുന്നത്? നമുക്ക് Q10 വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി സിസ്റ്റം. മറ്റത് Q7 വരുന്നത് എന്തായിരുന്നു? സോറി, Q8 വരുന്നത് ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്മെന്റ്. ഇത് Q10 ആണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി സിസ്റ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്
Q11 എന്തായിരുന്നു? Q11, Q11, Q12, Q13, Q14 കൂടിയിട്ടുണ്ട്. സോ അപ്പോൾ Q11 എന്ന് പറയുന്നത് ഓക്കെ ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി സിസ്റ്റം. പിന്നെ അത് കഴിഞ്ഞിട്ട് Q11 മാനുഫാക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡ്രഗ് സബ്സ്റ്റൻസസ് ആണ്. ഓക്കെ, സോ മാനുഫാക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡ്രഗ് സബ്സ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത് Q11. ഇനി Q12 എന്തായിരിക്കും? Q12 അനലിറ്റിക്കൽ പ്രൊസീജിയർ ആണ് Q12. ഓക്കെ, അനലിറ്റിക്കൽ പ്രൊസീജിയർ അല്ല സോറി Q12 വരുന്നത് അനലിറ്റിക്കൽ പ്രൊസീജിയർ Q14 ആണ് കേട്ടോ. Q12 വരുന്നത് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ആണ്. ഓക്കെ, Q12 വരുന്നത് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്. ഓക്കെ, Q12 ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്. ഇനി Q13 എന്താണ് വരുന്നത്? Q13 കണ്ടിന്യൂയിങ് മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ് ആണ് വരുന്നത്. ഓക്കെ, Q13 കണ്ടിന്യൂയിങ് മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ്. Q14 എന്താ വരിക? അനലിറ്റിക്കൽ പ്രൊസീജിയർ. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? ICH ഗൈഡ് ലൈൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് 14 ICH ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുള്ളതാണ് Q1ന്റെ അകത്ത് വരുന്ന Q1A to F വരെയുള്ള ഗൈഡ് ലൈൻസ്. ഓക്കെ, സോ അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് പറയാം. Q1 ആണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. Q2 ആണെങ്കിൽ അനലിറ്റിക്കൽ വാലിഡേഷൻ, Q3 ആണെങ്കിൽ ഇമ്പ്യൂരിറ്റീസ്, Q4 ആണെങ്കിൽ ഫാർമകോപ്പി ആയിട്ട് റിലേറ്റഡ് ആണ്, Q5 ആണെങ്കിൽ ബയോടെക്നോളജി പ്രോഡക്ട്സ് ആണ്, Q6 ആണെങ്കിൽ സ്പെസിഫിക്കേഷൻസ്, Q7 ആണെങ്കിൽ എന്തായിരുന്നു? Q7 GMP, Q8 ആണെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്മെന്റ്, Q9 ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് Q10 ആണെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി സിസ്റ്റം. പിന്നെ Q11 ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ഓഫ് പ്രോഡക്റ്റ് സബ്സ്റ്റൻസസിന്റെ ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചർ. പിന്നെ Q12 ആണെന്നുണ്ടെങ്കിൽ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്, Q13 ആണെങ്കിൽ കണ്ടിന്യൂയിങ് മാനുഫാക്ചർ ഓഫ് ഡ്രഗ് സബ്സ്റ്റൻസ് ആൻഡ് Q14 ആണെങ്കിൽ അനലിറ്റിക്കൽ പ്രൊസീജിയർ. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? ICH ഗൈഡ് ലൈൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ICH ഗൈഡ് ലൈൻസ് പഠിച്ചു വെക്കുക. എന്നിട്ട് അതിന്റെ അകത്ത് വരുന്ന സ്പെസിഫിക്കേഷൻസും കൂടിയിട്ടൊന്ന് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ് എന്തായിരുന്നു വരുന്നത്? Q9 അല്ലെ? Q9 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ഫോട്ടോസ്റ്റെബിലിറ്റി. നെക്സ്റ്റ് വരുന്നത് 39ാമത്തെ ക്വസ്റ്റ്യൻ, ഹോളോ കാഥോഡ് ലാമ്പ് as a source in dash spectroscopy. ഓപ്ഷൻ എ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, ഓപ്ഷൻ ബി ഫ്ലെയിം ഫോട്ടോമെട്രി, ഓപ്ഷൻ സി ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഓപ്ഷൻ ഡി UV സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നമുക്കറിയാം ഹോളോ കാഥോഡ് ലാമ്പ് എന്തിന്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തിന്റെ സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്? അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെ? ഓപ്ഷൻ എ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഹോളോ കാഥോഡ് ലാമ്പ് അല്ലെ? നമുക്ക് UV ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാ വരുന്നത്? UV-യിൽ നമുക്ക് ടങ്സ്റ്റൺ ലാമ്പ് ഒക്കെയാണ് വരുന്നത്. UV-യിൽ കാർബൺ ആർക്ക് ലാമ്പ്, ടങ്സ്റ്റൺ ലാമ്പ്. IR-ലാണെന്നുണ്ടെങ്കിൽ നാൺസ്റ്റ് ഗ്ലോബ സെൽസ്, ഇതൊക്കെയാണ് നമുക്ക്. നെക്സ്റ്റ് വരുന്നത് 40ാമത്തെ ക്വസ്റ്റ്യൻ. 40 potassium metal when excited in a flame emits dash color. Okay, potassium metal when excited in a flame emits dash color. Option A red, option B green, option C lilac and option D orange. അപ്പോൾ potassium metal when excited in a flame emits dash color. അതായത് നമുക്ക് ഓരോ മെറ്റൽസിനും കളർ പഠിക്കാനുണ്ട്. അതറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇത് എഴുതാം. പൊട്ടാസ്യത്തിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ഏതാണ് കളർ വരുന്നത്? വയലറ്റ് ആണ് കളർ വരുന്നത്. അപ്പോൾ വയലറ്റിന്റെ ഓൾമോസ്റ്റ് സിമിലർ ആണ് ലൈലാക്ക് അല്ലെ? സോ അപ്പോൾ ലൈലാക്ക് അല്ലെങ്കിൽ വയലറ്റ് കളർ ആണ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? പൊട്ടാസ്യം ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ലൈലാക്ക് കളർ ഒന്നും കാണാം, അതേപോലെ തന്നെ വയലറ്റ് കളർ ഒന്നും കാണാം. രണ്ടും വന്നിരുന്നാലും നമുക്ക് ഏത് തന്നെയാണ് വരുന്നത്? പൊട്ടാസ്യം. ഇനി നെക്സ്റ്റ് വരുന്നത് സോഡിയം. സോഡിയത്തിന്റെ കേസ് വരുമ്പോൾ എന്തായിരുന്നു? യെല്ലോ അല്ലെ? കാൽസ്യത്തിനാണെങ്കിലോ ഓറഞ്ച്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ലിഥിയം. ലിഥിയത്തിന്റെ കേസ് വരുമ്പോൾ റെഡ്. ഓക്കെ, പിന്നെ ബേരിയം ആണെങ്കിൽ ലൈം ഗ്രീൻ. ഇങ്ങനെയാണ് നമുക്ക് കളർ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. പൊട്ടാസ്യം വയലറ്റ് അല്ലെങ്കിൽ ലൈലാക്ക്, സോഡിയം യെല്ലോ, കാൽസ്യം ഓറഞ്ച്, പിന്നെ അതേപോലെ തന്നെ ലിഥിയം റെഡ്, പിന്നെ അതേപോലെ ബേരിയം ലൈം ഗ്രീൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ? ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ്. ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ്. ഓപ്ഷൻ എ സിസ്റ്റമിക് എറേഴ്സ്, ഓപ്ഷൻ ബി റാൻഡം എറർ, ഓപ്ഷൻ സി അഡിറ്റീവ് എറർ ആൻഡ് ഓപ്ഷൻ ഡി പേഴ്സണൽ എറർ.
ഇൻഡിറ്റർമിനേറ്റ് എററിനെ നമുക്ക് പറയുന്ന പേര് എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് എറർ എന്ന് പറയുന്നത് ആക്സിഡന്റൽ എറർ ആണ് അല്ലെ. സോ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് as റാൻഡം എറർ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ, റാൻഡം എറർ. അപ്പോൾ സിസ്റ്റമിക് എറർ ആണ് നമുക്ക് ഏത്? ഡിറ്റർമിനേറ്റ് എറർ. ഓക്കെ, next question 42 dash is an aprotic solvent used in non-aqueous titration. Option A toluene, option B hydrogen fluoride, option C sulfuric acid and option D acetic acid. അപ്പോൾ aprotic solvent used in non-aqueous solution ആണ് question. 4 ടൈപ്പ് സോൾവെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്രോട്ടിക് സോൾവെന്റ്സ്, പ്രോട്ടോജനിക്, പ്രോട്ടോഫിലിക്, ആംഫിപ്രോട്ടിക്. അപ്പോൾ ഇതിൽ അപ്രോട്ടിക് സോൾവെന്റിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ ടോളുവീൻ ആണ് അല്ലെ. അപ്രോട്ടിക് സോൾവെന്റ്സ് ആണ് ബെൻസീൻ, ക്ലോറോഫോം, ടോളുവീൻ ഒക്കെ നമുക്ക് അപ്രോട്ടിക് സോൾവെന്റ്സ് ആണ്. പ്രോട്ടോജനിക് ആകുമ്പോഴോ? പ്രോട്ടോജനിക് സോൾവെന്റ്സ് ആകുമ്പോൾ പ്രോട്ടോൺസിനെ റിലീസ് ചെയ്യുന്നതാണ്. അത് ഏതാ വരിക? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ്സ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരും അല്ലെ. ദാറ്റ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, HNO3, നൈട്രിക് ആസിഡ്. ഇതൊക്കെ നമുക്ക് പ്രോട്ടോജനിക് ആയിട്ടുള്ള സോൾവെന്റിന് എക്സാമ്പിൾ ആണ്. പ്രോട്ടോഫിലിക് ആകുമ്പോഴോ? പ്രോട്ടോഫിലിക് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. സോ അപ്പോൾ പ്രോട്ടോഫിലിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നതാണ് ഇത് എന്താണ്? നമ്മുടെ പെറിഡിൻ, അമോണിയ, ഇതൊക്കെ നമുക്ക് വരുന്നത് ഏതാണ്? പ്രോട്ടോഫിലിക് ആണ്. പിന്നെ ആംഫിപ്രോട്ടിക് എന്ന് പറയുമ്പോൾ വാട്ടർ ഇസ് എ ഗുഡ് എക്സാമ്പിൾ അല്ലെ. സോ ദാറ്റ് കൻ ആക്ട് ആസ് ആൻ ആസിഡ് ആസ് എ ബേസ്. സോ ഇപ്പം വാട്ടർ ഒരു എക്സാമ്പിൾ ആണ് ആംഫിപ്രോട്ടിക് സോൾവെന്റിന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അസറ്റിക് ആസിഡ്, വീക്ക് ഓർഗാനിക് ആസിഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് ഒക്കെ നമുക്ക് എക്സാമ്പിൾസ് ആണ് ആംഫിപ്രോട്ടിക് ആയിട്ടുള്ള സോൾവെന്റ്. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെയാണ് അതിന്റെ കേസ്. ഇനി എക്സാമ്പിൾ ഓഫ് ഫ്രാക്ഷണൽ പ്രസിപ്പിറ്റേഷൻ ആണ്. ഓപ്ഷൻ എ ഗെയ്ലി-സെക്സ് മെത്തേഡ്, ഓപ്ഷൻ ബി അബ്സോർപ്ഷൻ ഇൻഡിക്കേറ്റർ മെത്തേഡ്, ഓപ്ഷൻ സി വോൾഹാർട്സ് മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി മോസ് മെത്തേഡ്. ഫ്രാക്ഷണൽ പ്രസിപ്പിറ്റേഷന് എക്സാമ്പിൾ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് മോസ് മെത്തേഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി മോസ് മെത്തേഡ്. മോസ് മെത്തേഡ് ഇസ് എ സിമ്പിൾ ഒരു നമ്മുടെ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ മെത്തേഡ് ആണ് മോസ് മെത്തേഡ് അല്ലെ. നമ്മൾ എന്തിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? അവിടെ ക്ലോറൈഡ്സിനെ ഡിറ്റക്ട് ചെയ്യും. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്ലോറൈഡ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പൊട്ടാസ്യം ക്രോമേറ്റ് ആണ് അവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് വരിക. സോ സിൽവർ എന്തായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും? സിൽവർ ക്ലോറൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും അല്ലെ. സോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ മോസ് മെത്തേഡ് ചെയ്യുക. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി മോസ് മെത്തേഡ്. Next 44 dash is a demasking agent used in complexometric titration. Option A cyanide, option B chlorohydrate, option C calcium and option D cadmium. So ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡീമാസ്കിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. നമുക്കറിയാം കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ മെറ്റലും എഡിറ്റേറ്റീവ് ആയിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ വേറെ മെറ്റൽസ് ഉണ്ടെങ്കിൽ അത് ഇന്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? മാസ്കിംഗ് ഏജന്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു മാസ്കിംഗ് ഏജന്റിന്റെ എക്സാമ്പിൾ ആണ് ആര്? സയനൈഡ് അല്ലെ. അപ്പോൾ ഓപ്ഷൻ എ സയനൈഡ് മാസ്കിംഗ് ഏജന്റ് ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡീമാസ്കിംഗ് ഏജന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ മാസ്ക് ചെയ്ത എലമെന്റ്സിനെ നമുക്ക് തിരിച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഏത്? ഡീമാസ്കിംഗ് ഏജന്റ്സ്. ഡീമാസ്കിംഗ് ഏജന്റിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? ഫോമാൽഡിഹൈഡ് അല്ലെ. ഫോമാൽഡിഹൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ സിങ്ക്, കാഡ്മിയം പോലുള്ള മെറ്റൽസിന്റെ കേസിൽ നമുക്ക് ഫോമാൽഡിഹൈഡ് അസറ്റിക് ആസിഡ് കോമ്പിനേഷനേക്കാളും ബെറ്റർ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഏതാണ്? ക്ലോറാൾ ഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ ക്ലോറാൾ ഹൈഡ്രേറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ വാട്ട്? ഡീമാസ്കിംഗ് ഏജന്റ്. ഓക്കെ, next question, the water content of a glacial ethanoic acid for non-aqueous titrations may be in the range. Option A 0.5 to 2%, option B 1 to 2%, option C 0.1 to 1% and option D 0.2 to 5%. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിന്റെ വാട്ടർ കണ്ടന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൻഹൈഡ്രസ് ആയിട്ടുള്ള ഒരു ഫോം ആണ്. സോ അപ്പൊ ഗ്ലേഷ്യസ് അസറ്റിക് ആസിഡിലെ വാട്ടർ കണ്ടന്റ് മാക്സിമം 1% പാടുള്ളൂ. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് 0.1 to 1% ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48th question, dash is an indicator electrode used in potentiometric experiments. Option A quinhydrol electron, option B calomel electrode, option C silver chloride electrode and option D mercurous electrode. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡിനെ എക്സാമ്പിൾ ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യോമെട്രിയിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏത്? ഇൻഡിക്കേറ്റർ റെഫറൻസ് ഇലക്ട്രോഡും ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡും ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റെഫറൻസ് ഇലക്ട്രോഡ്സ് ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്, സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്, ഇതൊക്കെ നമുക്ക് എന്താണ്? റെഫറൻസ് ഇലക്ട്രോഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്തിരുന്ന റെഫറൻസ് ഇലക്ട്രോഡാണ് മെർക്യൂറസ് ഇലക്ട്രോഡ്. സോ അപ്പൊ ഇതൊക്കെ എന്താണ്?
റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സിന് എക്സാമ്പിൾ വരുന്നതാണ് ഗ്ലാസ് ഇലക്ട്രോഡ്, ആന്റിമണി ഇലക്ട്രോഡ്, അതുപോലെ തന്നെ ക്വിൻ ഹൈഡ്രോൺ ഇലക്ട്രോഡ്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, ക്വിൻ ഹൈഡ്രോൺ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സും റെഫറൻസ് ഇലക്ട്രോഡ്സും കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ പൊട്ടൻഷ്യോമെട്രിയിൽ. Next, 47. In polarography, the current which is directly proportional to concentration is option A migration current, option B kinetic current, option C diffusion current, and option D limiting current. Okay, അപ്പോൾ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി പറയാം. പൊളാരോഗ്രഫിയിൽ നമുക്ക് എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പൊളാരോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ ഒരു ഇലക്ട്രോളിസിസ് പോലെയാണ് അല്ലെ പൊളാരോഗ്രഫി കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ട്രോ ഓക്സിഡൈസബിൾ അല്ലെങ്കിൽ റിഡ്യൂസബിൾ ആയിട്ടുള്ള എലമെന്റ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് പൊളാരോഗ്രഫി. അതായത് ഇലക്ട്രോളിസിസ് വിത്ത് പോളറൈസേഷൻ ആണ് ആ പൊളാരോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു പോളറോഗ്രാം കിട്ടും. പോളറോഗ്രാമിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരുന്നത്, എന്തൊക്കെയായിട്ടാ വരിക? സി, നമുക്കൊരു കറണ്ടും അതുപോലെ തന്നെ ഒരു വോൾട്ടേജും ഉണ്ട്. അത് ഓർമ്മയുണ്ടല്ലോ അല്ലെ, നമ്മൾ പിന്നെ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. എന്താ അവിടെ ചെയ്യുന്നത്, നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ കുറച്ച് പൊട്ടൻഷ്യൽ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ഹൈലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അപ്പൊ നമ്മൾ ആദ്യം ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് വളരെ ഇൻക്രീസ് ഒന്നും ഉണ്ടാവില്ല, ആ കാറ്റോൺസിന്റെ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇൻക്രീസ് ഒന്നും വളരെ പതുക്കെ ആയിരിക്കും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അയോൺസിന്റെ മൂവ്മെന്റ് കുറവല്ല ഇലക്ട്രോഡിലേക്ക്, അപ്പോൾ അയോൺസിന്റെ മൂവ്മെന്റ് കുറവായതുകൊണ്ട് പതുക്കെ ആയിരിക്കും കറണ്ട് ജനറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒരു റാപ്പിഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ജനറേറ്റ് ചെയ്യും അല്ലെ. സോ നമുക്കൊരു റാപ്പിഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യും, ഒരു ടോപ്പ് കറണ്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എത്ര പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തിരുന്നാലും എന്ത് ചെയ്യില്ല, കറണ്ടിൽ വലിയ ഇൻക്രീസ് ഒന്നും കാണില്ല. സോ ഇതാണ് ഈ ഒരു സിഗ്മോയിഡ് ഷേപ്പാണ് നമുക്ക് എന്ത് ഇതിൽ കിട്ടുക, ദാറ്റ് ഈസ് പൊളാരോഗ്രഫിയിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു സിഗ്മോയിഡ് ഷേപ്പിലുള്ള ഒരു കേർവ് ആണ് കിട്ടുക അല്ലെ നമ്മുടെ റിസൾട്ട് ആയിട്ട്. അപ്പൊ അത് എങ്ങനെയാ കിട്ടുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഒരു കറണ്ട് ജനറേഷൻ ഉണ്ടാവും അയോൺസിന്റെ മൂവ്മെന്റ് ഇലക്ട്രോഡിലേക്കുള്ളതിന്റെ ബേസിസിൽ. അപ്പോൾ അവിടെ ഫസ്റ്റ് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ എന്തുണ്ടാവില്ല, റാപ്പിഡ് ഇൻക്രീസ് ഒന്നുമില്ല, ജസ്റ്റ് ചെറിയ ഒരു കറണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു റാപ്പിഡ് ഇൻക്രീസ് കറണ്ടിൽ ഉണ്ടാവും അല്ലെ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് ചെറിയൊരു പൊട്ടൻഷ്യൽ കൊടുത്താൽ പോലും നല്ല ഗ്രേറ്റ് ഇൻക്രീസ് ഇൻ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കറണ്ട് എന്താണ്, റെസിഡ്യൂവൽ കറണ്ട് അല്ലെ, ദാറ്റ് ഇസ് ദ IR, റെസിഡ്യൂവൽ കറണ്ട്. ഓക്കെ, ഇനി ഈ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ വോൾട്ടേജിന് നല്ല ഇൻക്രീസിലായിരിക്കും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് ആ ടോപ്പ് കറണ്ടിനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന്, ലിമിറ്റിംഗ് കറണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ലിമിറ്റിംഗ് കറണ്ട്, IL. ഓക്കെ, IL ലിമിറ്റിംഗ് കറണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എത്ര പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിരുന്നാലും വലിയ വ്യത്യാസമൊന്നും കറണ്ടിൽ വരുന്നില്ല. അപ്പോൾ ഈ ലിമിറ്റിംഗ് കറണ്ട് മൈനസ് ഇതിനിടയ്ക്കുള്ള ഇതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെ, ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ലിമിറ്റിംഗ് കറണ്ട് മൈനസ് റെസിഡ്യൂവൽ കറണ്ട് നമുക്ക് വേറൊരു കറണ്ട് കിട്ടും, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ID, that is diffusion current. Okay, ലിമിറ്റിംഗ് കറണ്ട് മൈനസ് റെസിഡ്യൂവൽ കറണ്ട് നമുക്ക് എന്ത് കിട്ടും, ഡിഫ്യൂഷൻ കറണ്ട് കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എന്തിനാ ഉണ്ടായിരിക്കും, ആ അയോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ് നമുക്ക് ആ കറണ്ട് ഉണ്ടാവുന്നത് അല്ലെ. സോ അപ്പൊ ഈ അയോൺസിന്റെ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായി, അയോൺസിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെ. സോ വി ഹാവ് വാട്ട്, ഡിഫ്യൂഷൻ കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്, നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ആൻസർ വരുന്നത്. ഓക്കെ, സോ ഡിഫ്യൂഷൻ, ദ കറണ്ട് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ is option C, diffusion current. ഇനി നമുക്ക് ലിമിറ്റിംഗ് കറണ്ട് എന്ന് നമ്മുടെ റെസിഡ്യൂവൽ കറണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ ഡിഫ്യൂഷൻ കറണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഡിഫ്യൂഷൻ കറണ്ടിന്റെ ഹാഫ് എടുക്കാം, ഹാഫ് ദ വാല്യൂ എടുക്കാം. എന്നിട്ട് ഈ ഹാഫ് ദ വാല്യൂ എടുത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എത്രയാണോ ആ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. സോ ഈ ലിമിറ്റിംഗ് കറണ്ടിന്റെ ഈ ഡിഫ്യൂഷൻ കറണ്ടിന്റെ ഹാഫ് വാല്യൂ എടുക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എടുക്കുക, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ്
ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. സോ ഈ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ ഈ ഒരു പൊളാറോഗ്രഫിയിൽ നമ്മളെ സഹായിക്കുന്നത്. കാരണം ഓരോ അയോൺസിനും സ്പെസിഫിക് ആയിട്ടുള്ള ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് അയോൺ ആണ് അതെന്നുള്ളത്. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പൊളാറോഗ്രഫി ചെയ്യുക. ഓക്കെ, സോ അപ്പൊ പൊളാറോഗ്രഫിയിൽ ഇങ്ങനെയാണ് വരിക. നമ്മൾ കറണ്ടും വോൾട്ടേജും ഉള്ള ഒരു സിഗ്മോയിഡ് കർവ് ആണ് നമുക്ക് കിട്ടിയ. അപ്പോൾ ഇതിൽ നമുക്ക് ലിമിറ്റിംഗ് കറണ്ട് മൈനസ് റെസിഡ്യൂവൽ കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫ്യൂഷൻ കറണ്ട് കിട്ടും. ഈ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ്. പിന്നെ ഒരു പോയിന്റും കൂടി ഓർക്കുക, ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ആണ്. നമ്മൾ ഡിഫ്യൂഷൻ കറണ്ടിന്റെ ഹാഫ് ദ വാല്യൂ എടുത്തതിന് ശേഷം അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ നമ്മൾ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ദാറ്റ് is specific for specific elemental ions. Okay, so അപ്പൊ ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, പൊളാരോഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48th question. Dash is added in modified Volhardt's method for determination of chlorides to form an insoluble layer. Question: Dash is added in modified Volhardt's method for determination of a chlorides to form an insoluble layer over the precipitate. Option A toluene, option B benzene, option C nitrobenzene and option D xylene. സോ അപ്പോൾ മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡിൽ നമ്മൾ എന്താ ആഡ് ചെയ്യാം, നമ്മുടെ ഫോം ചെയ്ത വോൾഹാർട്ട്സ് മെത്തേഡ് നമുക്കറിയാം. മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡ് എന്താണെന്ന് പറയാം. മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിൽവർ ക്ലോറൈഡിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുക അല്ലെ. എന്താ ആഡ് ചെയ്യുക അവിടെ, നൈട്രോ ബെൻസീൻ. ഓക്കെ, സോ അപ്പൊ ഇത് ക്ലോറൈഡിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ സി നൈട്രോ ബെൻസീൻ. അതേസമയം ക്ലോറൈഡ് ഇൻ ബെൻസോയിക് ആസിഡ് എന്നോ സോഡിയം ബെൻസോയേറ്റ് എന്നോ ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് അവിടെ എന്താ പറയാ, അമൈൽ ആൽക്കഹോൾ. ഓക്കെ, സോ ക്ലോറൈഡ് ഇൻ സോഡിയം ബെൻസോയേറ്റ് അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അമൈൽ ആൽക്കഹോൾ. ഇതിപ്പോ ക്ലോറൈഡിന്റെ കേസ് മാത്രമായതുകൊണ്ട് നമ്മൾ എന്താ ആഡ് ചെയ്യും, നൈട്രോ ബെൻസീൻ ആഡ് ചെയ്യും. സോ ദാറ്റ് നമ്മൾ ആഡ് ചെയ്യും, നമുക്ക് ഫോം ചെയ്ത സിൽവർ ക്ലോറൈഡ് എന്ത് ചെയ്യും, ഇതിലായിരിക്കും precipitate ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ഇന്റർഫിയർ വിത്ത് അവർ എൻഡ് പോയിന്റ് പ്രോഡക്റ്റ്, ദാറ്റ് ഇസ് ദ ഫെറിക് thiocyanate. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The color change interval of a phenol red indicator. Phenol red indicator ന്റെ color change എത്രയാണ്, ആ ഇന്റർവെൽ എത്രയാണെന്നുള്ളതാണ്. 1.2 to 2.8 ആണോ, 3.4 to 4.4 ആണോ, 8.2 to 10 ആണോ, 6.8 to 8.4 ആണോ? അത് നമ്മൾ വാല്യൂസ് കാണാതെ പഠിച്ച് വെച്ചേ പറ്റുള്ളൂ അല്ലെ. ഫിനോൾ റെഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് വരുമ്പോഴത്തേക്കും വാല്യൂ റേഞ്ച് എത്രയാ വരിക, 6.8 to 8.4 ആണ്. യെല്ലോ ടു റെഡ് ആണ് കളർ ചേഞ്ച് വരിക. ഓക്കെ, 6.8 to 8.4 യെല്ലോ ടു റെഡ്. Next 50, the theory which states that the color change of indicators are due to structural change. സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന കളർ ചേഞ്ച് ആണ്. ഓക്കെ, കളർ ചേഞ്ച് ഉണ്ടാവുന്നത് സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടിട്ടാണെന്ന് പറയുന്ന തിയറി ഏതാണെന്നാണ്. ഓപ്ഷൻ എ ക്യുനനോയിഡ് തിയറി, ഓപ്ഷൻ ബി ഓസ്വാൾഡ്സ് തിയറി, ഓപ്ഷൻ സി അരീനിയസ് തിയറി ആൻഡ് ഓപ്ഷൻ ഡി ലീവിസ് തിയറി. സോ അപ്പോ ഇൻഡിക്കേറ്റർ തിയറി രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. ഇൻഡിക്കേറ്റർ തിയറി ഏതൊക്കെയാണുള്ളത്, ഒന്ന് ക്യുനനോയിഡ് തിയറിയും മറ്റൊന്ന് ഓസ്വാൾഡ് തിയറി. അപ്പോൾ ക്യുനനോയിഡ് തിയറി എന്താ പറയുന്നത്, ഓസ്വാൾഡ് തിയറി എന്താ പറയുന്നതെന്ന് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഓസ്വാൾഡ് തിയറി അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇൻഡിക്കേറ്റർ കളർ ചേഞ്ച് സംഭവിക്കുന്നത്, ബിക്കോസ് ഓഫ് അയണൈസേഷൻ എന്നാണ് ഓസ്വാൾഡ് തിയറി പറയുന്നത് അല്ലെ. ക്യുനനോയിഡ് തിയറി പറയുന്നത് എന്താണ്, സ്ട്രക്ചറൽ ചേഞ്ച്, അതായത് ക്യുനനോയിഡ് ഫോമും ബെൻസിനോയിഡ് ഫോമും ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കളർ വെച്ചിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, കളർ ചേഞ്ച് വരുന്നത് എന്നാണ് ക്യുനനോയിഡ് തിയറി പറയുന്നത്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ ക്യുനനോയിഡ് തിയറി. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് 51 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് പോർഷൻ ആയിട്ട് നോക്കാം. ഓക്കെ.